സർവസംശയഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇന്നലെ ഭഗവാൻ എന്നുള്ള ശബ്ദത്തിൻ്റെ നിർവചനം വായിച്ചതേ ഉള്ളൂ, അതിൻ്റെ അർത്ഥം പറഞ്ഞില്ല. ഭഗവാൻ എന്നുള്ളതിന് മറ്റൊരു നിർവചനവും കൂടെ ലഭ്യമാണ്. അപ്പോൾ അത് രണ്ടും പറഞ്ഞിട്ട് നമുക്ക് ഒഴിവിലൊടുക്കത്തിലേക്ക് കടക്കാം. ഇന്നലെ വായിച്ച ഭഗവാന്റെ ലക്ഷണം ഇതായിരുന്നു: ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയഃ ജ്ഞാനവിജ്ഞാനയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരിത. ഭഗ ഇതീരണ എന്ന് വായിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അർത്ഥത്തിന് മാറ്റമൊന്നുമില്ല. ഐശ്വര്യസ്യ സമഗ്രസ്യ, സമഗ്രമായ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മംഗള ഗുണങ്ങളും സമൃദ്ധമായി ഒരിടത്ത് ഒത്തുചേർന്നാൽ അതാണ് സമഗ്രമായ ഐശ്വര്യം. എല്ലാ തരത്തിലുള്ള നന്മകളും ഏകത്ര ഒരു സ്ഥലത്ത് കൂടിച്ചേർന്നാൽ അത് എത്ര വിശേഷപ്പെട്ടതായിരിക്കും. അതാണ് ഐശ്വര്യസ്യ സമഗ്രസ്യ. സമഗ്രമായ ഐശ്വര്യത്തിൻ്റെയും അതുപോലെ വീര്യം എന്ന് പറഞ്ഞാൽ കഴിവ്, ശക്തി, സാമർഥ്യം, ആ വീര്യത്തിൻ്റെയും യശസഃ ശ്രിയഃ, യശസ്, കീർത്തി, ശ്രിയഃ ഐശ്വര്യം. ഇപ്പം എത്രയായി? 4 സമഗ്രമായ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ അല്ലെങ്കിൽ ഐശ്വര്യം. ആദ്യമേ പറഞ്ഞല്ലോ ഐശ്വര്യം എന്ന്. ശ്രീ സമ്പദ് സമൃദ്ധി എന്ന് കൂട്ടിക്കോളൂ. ഇല്ലെങ്കിൽ ഐശ്വര്യത്തിന് വിവിധ വശങ്ങളുണ്ടല്ലോ, പലതരത്തിലുമുള്ള ഐശ്വര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടെ ചേർത്തോളൂ. ഇനി 2 കൂടെ ഉണ്ട്: ജ്ഞാന വിജ്ഞാനയോശ്ചൈവ. ജ്ഞാനം, വിജ്ഞാനം. ഈ ജ്ഞാനത്തിനും വിജ്ഞാനത്തിനും എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ജ്ഞാനം ഈശ്വരനെ കുറിച്ചുള്ള അഥവാ പരമാത്മാവിനെ കുറിച്ചുള്ള സിദ്ധാന്തപരമായ അറിവാണ് ജ്ഞാനം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് അനുഭവ മണ്ഡലത്തിൽ വരുമ്പോൾ അത് വിജ്ഞാനം. ജ്ഞാനവിജ്ഞാന യോഗം എന്ന് ഭഗവത്ഗീതയിൽ ഒരു അധ്യായത്തിന്റെ പേരുണ്ട്, ജ്ഞാനവിജ്ഞാന യോഗം. ഇപ്പൊ 6 ആയില്ലേ? സമഗ്രമായ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം. ഈ 6 ചേർത്ത് പറയുന്ന വാക്കാണ് ഭഗഃ. ഈ ഭഗം ആരുടെ അടുത്തുണ്ടോ അല്ലെങ്കിൽ ആർക്ക് സ്വന്തമായിട്ടുണ്ടോ ആ ഭഗത്തോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാൻ. ധനമുള്ളവൻ ധനവാൻ എന്ന് നമ്മൾ പറയുന്നില്ലേ, അതുപോലെ ഭഗത്തോട് കൂടിയവൻ ഭഗവാൻ. ആ ഭഗവെന്നുള്ളതിൽ ഈ 6 അംഗങ്ങളും ഉൾപ്പെടുന്നു. ഭഗേന സഹ വർത്തതേ ഇതി ഭഗവാൻ. ഭഗത്തോട് കൂടി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ. ഭഗവത് ഭക്താഹ ഭാഗവതാഹ. ഈ ഭഗവാന്റെ ഭക്തന്മാരെയാണ് ഭാഗവതന്മാർ എന്ന് പറയുന്നത്. ആ ഭാഗവതന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥമാണ് ഭാഗവതം. ഇങ്ങനെയാണ് ഭഗം, ഭഗവാൻ, ഭഗവത് ഭക്തൻ, ഭാഗവതം. ഇനി ഭഗവാൻ ശബ്ദത്തിന് വേറെ ഒരു നിർവചനവും കാണാനുണ്ട്: ഉത്പത്തിഞ്ച വിനാശഞ്ച ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സ വാച്യോ ഭഗവാൻ ഇതി. ഇത് വേറൊരു നിർവചനമാണ്. അവിടെ എന്താ? 6 കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് ആർക്കുണ്ടോ അദ്ദേഹം ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ. എന്താണ് 6 കാര്യം? ഉത്പത്തിഞ്ച വിനാശഞ്ച ഭൂതാനാം ആഗതിം ഗതിം. പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയും വിനാശവും, അതുപോലെ ജീവജാലങ്ങളുടെ വരവും പോക്കും. 2 4 വേത്തി വിദ്യാം അവിദ്യാം ച. വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം. അവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ കഴിയുന്ന അവസ്ഥ, അജ്ഞാനം, അവിവേകം, അവിദ്യ. ഈ 6 ആർക്ക് നല്ലതുപോലെ അറിയാമോ, ഈ 6 കുറിച്ചുമുള്ള അറിവ് ആർക്ക് സമ്യക്കായിട്ടുണ്ടോ അദ്ദേഹമാണ് ഭഗവാൻ എന്ന പേരുകൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്നത്. ഉത്പത്തിഞ്ച വിനാശഞ്ച ഭൂതാനാം ആഗതിം ഗതിം വേത്തി അറിയുന്നു, വിദ്യാം അവിദ്യാം ച വിദ്യയെയും അവിദ്യയെയും
ജ്ഞാനത്തെയും അജ്ഞാനത്തെയും, അവയുടെ സ്വരൂപമെന്ത്, എങ്ങനെയാണ് ആ അജ്ഞാനത്തെ മാറ്റി ജ്ഞാനം നേടേണ്ടത്, ഇതിനെയൊക്കെ കുറിച്ച് നല്ലതുപോലെ അറിവുള്ളവനാണ് ഈ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ. ഇനി നമുക്ക് ഒഴിവിലൊടുക്കത്തിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞതെന്താ, ഈശ്വര ലഹരിയിൽ കഴിയുന്ന ഒരു സത്യദർശി അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിൽ നിന്ന് ഈ ഉപദേശങ്ങൾ പുറത്തേക്ക് വരുന്നു എന്ന്. ഏതുപോലെയും നമ്മൾ വായിച്ചു. ശിവന്റെ നൃത്തം കണ്ട് അതിൽ മതിമറന്ന് ആ ഭക്തി പാരവശ്യത്തിൽ കയ്യിലിരിക്കുന്ന സ്വർണ്ണ വീണയിൽ ഈ ഭക്തൻ പോലും അറിയാതെ ആ തന്ത്രികളിൽ വിരൽ സ്പർശിച്ച് അതിൽ നിന്ന് അതിമനോഹരമായ ഗാനം നിർഗളിക്കുന്നു. അതുപോലെ അവിടെ ആ ഭക്തൻ പോലും അറിയുന്നില്ല. അതുപോലെ ഒരു ജ്ഞാനിയുടെ ആധ്യാത്മികമായ ഉപദേശങ്ങളുണ്ടല്ലോ, അത് വ്യക്തിതലത്തിൽ നിന്ന് വരുന്നതല്ല, അത് സാക്ഷാത് ഈശ്വരന്റെ വാണിയാണ് എന്നാണ് പറയുന്നത്. ആ ആചാര്യൻ എങ്ങനെയാ ഉപദേശിക്കുന്നത്? യഥാർത്ഥ ഗുരു, സാധാരണ ഗുരുക്കന്മാർ, അതായത് പുസ്തകജ്ഞാനമുള്ള ഗുരുക്കന്മാർ, അവരെയും ഗുരുക്കന്മാരെന്ന് അംഗീകരിക്കുന്നതിൽ തെറ്റില്ല. ഈ ബ്രഹ്മജ്ഞാനം കിട്ടിയവർ മാത്രമേ ഈ ബ്രഹ്മത്തെക്കുറിച്ച് സംസാരിക്കാവൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും. നമുക്ക് സിദ്ധാന്തപരമായി ഗ്രഹിച്ചവരെയും ബ്രഹ്മജ്ഞാനികൾ എന്ന് വിളിക്കാം. അനുഭവജ്ഞാനമില്ല, ആ ഒരു കുറവുണ്ട്. ഒരു യഥാർത്ഥ ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ ആത്മാനുഭവം സിദ്ധിച്ച ഒരാൾ ആത്മതലത്തിൽ നിന്നുകൊണ്ടായിരിക്കും അദ്ദേഹം സംസാരിക്കുക. ഉടനെ നിങ്ങൾ ചോദിക്കും, ആത്മതലത്തിൽ നിന്നുകൊണ്ട് സംസാരം സാധ്യമാണോ എന്ന്. ആത്മതലത്തിൽ നിന്നുകൊണ്ട് ആത്മാവ് സംസാരിക്കുന്നു ഈ ജ്ഞാനിയുടെ ശരീര മാധ്യമത്തിലൂടെ എന്ന് വിചാരിച്ചാലോ അതെന്താ കുഴപ്പം? ഈ ജ്ഞാനിയെ ഒരു വ്യക്തിയാക്കി മാറ്റുകയും ആ വ്യക്തി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാലല്ലേ ദോഷമുള്ളൂ. ഈ ജ്ഞാനിയുടെ നാവിനെയും മനസ്സിനെയും ബുദ്ധിയെയും ഈശ്വരൻ സ്വീകരിച്ചിട്ട് അതിലൂടെ ഈശ്വരന് പറയേണ്ടത് പറയുന്നു എന്ന് വിചാരിച്ചാൽ ഈശ്വരന് നാക്കും തൊണ്ടയും വായു ഒന്നുമില്ലല്ലോ. അപ്പൊ അദ്ദേഹം എങ്ങനെയാ സംസാരിക്കുക? ജ്ഞാനികളിൽ കൂടി, സത്യദർശികളിൽ കൂടിയാണ് ഭഗവാൻ സംസാരിക്കുന്നത്. വേറെ എങ്ങനെ സംസാരിക്കും? 1000 കണ്ണുകൾ 1000 തലകൾ എന്നൊക്കെ പുരുഷ സൂക്തത്തിൽ വിവരിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാന് തലയില്ല, കാലുമില്ല, അംഗങ്ങളില്ല, സ്ഥൂല ശരീരം തന്നെ ഇല്ല, സൂക്ഷ്മ ശരീരവും ഇല്ല, കാരണ ശരീരവും ഇല്ല. അശരീരിയാണ് എന്നും ഭഗവാൻ. ആ അശരീരിയായ ഭഗവാൻ ഈ ശരീരമുള്ള സാധകന് എങ്ങനെ ഉപദേശിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഒരു മനുഷ്യനിലൂടെ, ഒരു വ്യക്തിയിലൂടെ, ആ വ്യക്തിയിൽ ഈ പറഞ്ഞ അംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നാവും വായും തൊണ്ടയും ഒക്കെ ഉണ്ടല്ലോ, അതിലൂടെ ഭഗവാൻ സംസാരിക്കുന്നു. എന്താ ബുദ്ധിമുട്ടെന്താ? അപ്പോൾ ജ്ഞാനി എപ്പോഴും ആത്മതലത്തിൽ നിന്നാണ് സാധകന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. അങ്ങനെ പറയുമ്പോൾ ആ മറുപടി സമഗ്രമായിരിക്കും, സമ്പൂർണമായിരിക്കും. ഇനി ഒരു ചോദ്യം ചോദിക്കാൻ ഇടയാക്കാത്ത രീതിയിലുള്ള മറുപടിയായിരിക്കും. അതായത് ഈ ചോദ്യത്തെ തുടർന്ന്, ഈ ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ശിഷ്യൻ മറ്റൊരു ചോദ്യം ചോദിക്കരുത്, ആ രീതിയിൽ മറുപടി പറയും. അതാണ് സമഗ്രമായ സമാധാനം, മറുപടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എൻ്റെ ഗുരുനാഥനായ തിരുஞான സംബന്ധമൂർത്തി സ്വാമികൾ എനിക്ക് അപ്പപ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ തന്നു. അതാണ് ഞാൻ ഈ ഗ്രന്ഥരൂപത്തിൽ സാധകന്മാരുടെ, ഭക്തന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് കണ്ണുടയ വള്ളലാർ സ്വാമികൾ പറയുന്നത്. 66ാമത്തെ പദ്യം വായിക്കാം. സുമ്മാതെ പാർത്തിരിക്ക ശുദ്ധിയാം ഉത്തമർക്ക് തം ആയിവാർക്കോരുരയെ സഞ്ജീവം മെന്മേലും മാറ്റം ശകുനപ്പുൾ വാക്ക് മധുവുണ്ട പോൽ തുമ്പി. അത് ചേർന്നിട്ടാണ് മധുവുണ്ട പോറ്റുമ്പി. തമിഴിലെ സന്ധികൾ നമുക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ് അത് അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കുറെ കഴിയുമ്പം നമുക്ക് തന്നെ ആ സന്ധി വിരിച്ച് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. മാറ്റം ശകുനപ്പുൾ മെന്മേലും മാറ്റം ശകുനപ്പുൾ വാക്ക് മധുവുണ്ട പോറ്റുമ്പിയിൻ പാട്ടുപോൽ. സാധകന്മാരുടെ 4 തരത്തെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് ആ 4 തരം? അവരുടെ ഉള്ളിലുള്ള വിരക്തിയുടെ തരമനുസരിച്ച്, വൈരാഗ്യത്തിന്റെ തരമനുസരിച്ച്. മന്ദതരം, മന്ദം, തീവ്രം, തീവ്രതരം. ഇതാണ് 4 വിഭാഗം. ഈ ഓരോ വിഭാഗത്തിലും ഉള്ളവർക്ക് കിട്ടുന്ന മുക്തി യഥാക്രമം സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ആരും സായുജ്യം എന്ന് പറഞ്ഞില്ല. ഇന്നലെ വരാത്തവരാരെങ്കിലും പറഞ്ഞാലേ ഉള്ളൂ. സായുജ്യം
യൂ ഇല്ല, സായുജ്യം എന്ന് പറയുന്നത് നോക്കൂ. സുമ്മാതെ പാർത്തിരിക്ക ശുദ്ധിയാം. ശുദ്ധി എന്ന് പറഞ്ഞാൽ ശുദ്ധി. അവർ ഈ ഘോഷാക്ഷരങ്ങൾ പൊതുവെ ഈ തമിഴിലില്ല, എല്ലാത്തിനും ഒരു തായേ ഉള്ളൂ. ധനം എന്ന് പറയാൻ തനം, ദാനം അതിനും ഈ താനം തന്നെ, താ എന്നുള്ളതിനും അത് തന്നെ. താ ഥാ ദാ ധ. രഥം എന്ന് പറയാൻ രഥം. ആകപ്പാടെ ഒന്നേ ഉള്ളൂ. അവർക്ക് ഈ കൂടുതൽ അക്ഷരങ്ങൾ കൊണ്ട് നടക്കുന്നത് ഈ തമിഴന്മാർക്ക് ഇഷ്ടമല്ല. നാലെണ്ണത്തിന് ക ഖ ഗ ഘ, എല്ലാറ്റിനും കൂടെ ഒറ്റക്ക, ആദ്യത്തെ ക. താ ഥാ ദാ ധ, ഒരു ത. അപ്പൊ എന്താ, ഖരാക്ഷരവും അഞ്ചാമത്തെ ഐറ്റമായ അനുനാസികവും മാത്രമേ ഉള്ളൂ. ക ങ ച ഞ ട ണ ത ന പ മ. സംഭവം തന്നെ. പിന്നെ യാരാലാവ അതൊക്കെ ഉണ്ട്. അതിലും ഷ അധികം ഉപയോഗിക്കില്ല, എല്ലാം ച തന്നെയാണ്. ഇപ്പോഴും ഷ മലയാളത്തിലുള്ളതുപോലെ ഷ ലിപിയിൽ എഴുതുന്നുണ്ട്. എന്തായാലും അക്ഷരങ്ങൾ വളരെ കുറവാണ് മലയാള ഭാഷയെ അപേക്ഷിച്ച് തമിഴിൽ. സുമ്മാതെ പാർത്തിരിക്ക ശുദ്ധിയാം. ആർക്ക്? ഉത്തമർക്ക്. ഒരു ഉത്തമ സാധകൻ എന്ന് പറഞ്ഞാൽ തീവ്രതരമായ വിരക്തി ഉള്ളിലുള്ള ഒരാൾക്ക് ഗുരുവിന്റെ ഒരു കടാക്ഷം മതി എന്നാണ്, മുക്തനാവാൻ. നോക്കിയാൽ മതി എന്നാണ്. അതെങ്ങനെയാ? ഒരു നോട്ടം കൊണ്ട്. ഈ വാക്കുകൾ നമുക്ക് അവിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അതിനുള്ള യോഗ്യത വേണം. ആ ഗുരുവിന്റെ പിടുക്കല്ല, ഗുരുവിന്റെ ഒരു കടാക്ഷം തന്നെ ധാരാളം. ആർക്ക്? ഒരു ഉത്തമ സാധകന്. സുമ്മാതെ പാർത്തിരിക്ക. ചുമ്മാ കണ്ടാ മതി, മുമ്പിൽ വന്നിരിക്കുന്ന ശിഷ്യനെ ഇങ്ങനെ നോക്കിയാൽ മതി, ഉള്ളിൽ ആത്മജ്ഞാനം തെളിയും എന്നാണ്. അത്ര കണ്ട് പക്വത വേണം എന്നാണ്. വാ തുറന്ന് ഒരു വാക്കുപോലും ഉച്ചരിക്കണ്ട. അത് ഉത്തമ സാധകനാണ്. ആ 4 തരത്തിലുള്ള സാധകന്മാർക്കും ഓരോരുത്തർക്കും ആചാര്യൻ എങ്ങനെയാണ് ഉപദേശിക്കുന്നത് എന്നുള്ളതിനെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സുമ്മാതെ പാർത്തിരിക്ക ശുദ്ധിയാം. ശുദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മനസ്സ് നിർമ്മലമായി, ആ നിർമ്മല മനസ്സിൽ ജ്ഞാനം ഉദിക്കും, തെളിയും. ചുമ്മാതെ പാർത്തിരിക്ക ശുദ്ധിയാം ഉത്തമർക്ക് തം ആയ്വാർക്ക് ഓരുരയേ സഞ്ജീവം. തം ആയ്വാർക്ക്, തന്നെ ആയുക എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, ആത്മാന്വേഷണം ചെയ്യുന്നവർ, വിചാരമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, വിചാരകുശലന്മാർ. ആ വിചാരകുശലന്മാർക്ക് ഒരു വാക്ക് മതി എന്നാണ്. അപ്പൊ അത് ഉത്തമരുടെ, ആ ഉത്തമൻ എന്നുള്ള ആ വിഭാഗത്തിൽ നിന്ന് സ്വല്പം താഴെയാണ് ആത്മാന്വേഷണം ചെയ്യുന്നവർ. മറ്റേത് അത് ഇതിനേക്കാളും ഒരുപടി മുകളിലാണ്. ആര്? ഏറ്റവും ശ്രേഷ്ഠരായ സാധകന്മാർ, നല്ല തെളിഞ്ഞ ബുദ്ധിയും മനസ്സുമുള്ളവർ. അവർക്ക് ഗുരുവിന്റെ ഒരു കടാക്ഷം തന്നെ ആത്മജ്ഞാനത്തിന് വഴിതെളിക്കും. തം ആയ്വാർക്ക്, ആയ്വ് വിചാരണ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് തമിഴിൽ. ആയ്വ് തുറൈ, CID ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ അപ്പടി തന്നെ CID ഡിപ്പാർട്ട്മെന്റ്. ആയ്വ്, ഉളവുത്തുറൈ, അത് CIDയോ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആയ്വാർക്ക്, ആത്മാന്വേഷണം ചെയ്യാൻ ശക്തിയുള്ളവർക്ക് അല്ലെങ്കിൽ ആത്മാന്വേഷണം ചെയ്തവർക്ക്, അങ്ങനെ ചെയ്ത് ജീവബോധത്തെ നല്ലതുപോലെ ഗ്രഹിച്ചവർക്ക്, ഈ ജീവൻ വ്യക്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നല്ല ഒരു ആശയം അവർക്കുണ്ട്. അവര് ഉത്തമരുടെ തൊട്ട് താഴെ നിൽക്കുന്നവരാണ്. അവർക്ക് എന്താണ്? ഓരുരയേ സഞ്ജീവം. സഞ്ജീവം എന്ന് പറഞ്ഞാൽ സഞ്ജീവനി, മൃതസഞ്ജീവനി എന്നർത്ഥം. അമൃതം എന്നും അർത്ഥം പറയാം. രണ്ടും മരിച്ചവരെ ജീവിപ്പിക്കുന്നതാണല്ലോ അമൃതം, മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയാണല്ലോ ഹനുമാൻ ദ്രോണാചലത്തെ ആ മലയോടുകൂടെ എടുത്തുകൊണ്ട് വന്നില്ലേ, ABT പാഴ്സൽ സർവീസ്. ഇപ്പോഴും ഉണ്ടല്ലോ ആ വണ്ടിയിൽ ദ്രോണഗിരിയും പൊക്കിക്കൊണ്ട് പറക്കുന്ന. ആത്മാന്വേഷണം നടത്തുന്നവർക്ക്, അല്ലെങ്കിൽ കുറെയൊക്കെ നടത്തി ഈ ജീവൻ എന്താണ്, ആ ജീവനെ കുറിച്ച് തന്നെ സാധാരണക്കാർക്ക് വലിയ നിശ്ചയമില്ല. സാധാരണക്കാരെന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ശരീരത്തെ വിട്ട് 1 ഇഞ്ച് ഉള്ളിലേക്ക് പോകാൻ ലൗകികന്മാർക്ക് സാധ്യമല്ല. അപ്പൊ അതിനെയൊക്കെ നല്ലതുപോലെ വിശകലനം ചെയ്ത് കുറഞ്ഞ പക്ഷം ഈ ഞാൻ എന്നുള്ള വ്യക്തിബോധം അതെന്താണ് എന്നുള്ളതിനെ നല്ലപോലെ മനസ്സിലാക്കിയവർക്ക് ഓരുരയേ സഞ്ജീവം. ഉര എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാക്യം. ഒരുപാടൊന്നും ഉപദേശിക്കേണ്ട കാര്യമില്ല. ഓരുരയേ സഞ്ജീവം, അമൃതം അല്ലെങ്കിൽ മൃതസഞ്ജീവനി. ഇനിയോ മെന്മേലും. മെന്മേലും എന്ന് പറഞ്ഞാൽ മേലും മേലും, വീണ്ടും വീണ്ടും, പിന്നെയും. ഇപ്പൊ 2 തരം ഭക്തന്മാരുടെ അല്ലെങ്കിൽ സാധകന്മാരുടെ കാര്യം പറഞ്ഞു. ഉത്തമ ഭക്തന് കടാക്ഷം മതി, ഒരു നോട്ടം, അതിലെല്ലാം അടങ്ങുന്നതാണ്.
ആത്മജ്ഞാനത്തിന്റെ സാരം മുഴുവൻ ആ നോട്ടം കൊണ്ട് ശിഷ്യന് സിദ്ധിക്കും. അങ്ങനെയുള്ള ശിഷ്യനാണ് ഉത്തമ ശിഷ്യൻ. അതിന് തൊട്ട് താഴെയുള്ളവരാണ് ആത്മാന്വേഷണത്തിൽ വിദഗ്ധരായവർ, കുശലന്മാർ. അവർക്ക് വാ കൊണ്ട് എന്തെങ്കിലും ഉച്ചരിക്കേണ്ടി വരും, ഗുരുനാഥന് ഉപദേശിക്കേണ്ടി വരും. ഓരുരയെ, ഒരു വാക്ക് മതി, അല്ലെങ്കിൽ ഒരു വാക്യം മതി എന്നാണ്. ഒരുപാട് പ്രഭാഷണമൊന്നും ആവശ്യമില്ല എന്ന്. ഓരുരയെ സഞ്ജീവം മെന്മേലും മാറ്റം ശകുനപ്പുൾ വാക്ക്. മൂന്നാമത്തെ വിഭാഗക്കാർക്ക് എന്ന് പറഞ്ഞാൽ 2 വിഭാഗം പറഞ്ഞു. അതിൻ്റെയും താഴെയുള്ളവർക്ക് ഗുരു എന്ത് ചെയ്യുമെന്നറിയാമോ? മെന്മേലും മാറ്റം ശകുനപ്പുൾ വാക്ക് പോൽ. ശകുനപ്പുൾ, മലയാളത്തിൽ നമ്മൾ പുള്ള എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷി, പുള്ള് പറയാറില്ലേ? അങ്ങനെ സാധാരണ മലയാളത്തിൽ പറയാറില്ല. പദ്യങ്ങളിലും പഴയ സാഹിത്യത്തിലും ചില കവികളുടെ രചനകളിലും ഈ പുള്ള് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷിയാണ്. പക്ഷി ഒരു വിശേഷപ്പെട്ട പക്ഷിയാണോ, ഇല്ലെങ്കിൽ എല്ലാ പക്ഷിക്കും പൊതുവായിട്ട് മൊത്തത്തിൽ പക്ഷി എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശകുനപ്പുൾ വാക്ക്, ശകുനപ്പക്ഷി. ഒരു തമാശ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ശകുനം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്. നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോൾ നല്ല ശകുനം, ദുശകുനം, അപശകുനം എന്നൊക്കെ പറയുമല്ലോ. അത് പക്ഷികളുടെ ഈ പറക്കലിനെ, പക്ഷികളുടെ സഞ്ചാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ശകുന ശാസ്ത്രം രൂപപ്പെട്ടിട്ടുള്ളത്. സാധാരണ നമ്മൾ ഈ ഉപ്പൻ, ചകോരം എന്ന് പറയുമല്ലോ. ഈ ഉപ്പന്റെ അതുപോലെ വേറെ ചില പക്ഷികളും. ഇവിടെ ഈ ശകുനപ്പുൾ എന്ന് പറഞ്ഞാൽ ഉപ്പനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ വ്യാഖ്യാതാവ്, ഇദ്ദേഹം ചിദംബരസ്വാമി എന്ന് പറയുന്ന ആ മഹാത്മാവ് എഴുതിയ വ്യാഖ്യാനത്തെയാണ് ഈ വിദേശി പിന്തുടർന്നിട്ടുള്ളത്. ആ വ്യാഖ്യാനമാണ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ മൂങ്ങ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. എനിക്കെന്തോ അതിനോട് ഒട്ടും യോജിക്കാൻ വയ്യ. മൂങ്ങ, കാരണം മൂങ്ങയുടെ ശബ്ദം അപശകുനത്തെ സൂചിപ്പിക്കുന്നതാണെന്നാണ്, കൂമന്റെ ശബ്ദം. ഒരു കണക്കിൽ അതും ശകുനപ്പുള്ളാണ്. പക്ഷേ ഇവിടെ ഒരു ആചാര്യൻ സാധകനെയാണ് ഉപദേശിക്കുന്നത്. ആ ഉപദേശത്തെ മൂങ്ങയുടെ ശബ്ദവുമായിട്ട് താരതമ്യം ചെയ്യുന്നത് അത് ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് ശകുനപ്പുൾ എന്നുള്ളതിന് ഉപ്പൻ, ചകോരം എന്നുള്ള അർത്ഥം സ്വീകരിക്കുന്നതാവും കൂടുതൽ നല്ലത്. ശകുനപ്പുൾ വാക്ക്. ഉപ്പൻ എന്താ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ടിട്ടാണ് അത് ശബ്ദം ഇത് ചെയ്യുന്നത്. അതുപോലെ ഈ മൂന്നാമത്തെ വിഭാഗത്തിലുള്ള സാധകന്മാരെ ഇടയ്ക്കിടയ്ക്ക് ഗുരു ഉപദേശിക്കും എന്നാണ്, കൂടെ കൂടെ ഉപദേശിക്കും. ശകുനപ്പുൾ വാക്ക്. ഇനി നാലാമത്തെയും ഏറ്റവും അവസാനത്തതുമായ വിഭാഗത്തിലുള്ളവർക്ക് മധുവുണ്ട പോൽ തുമ്പിയിൻ പാട്ടുപോൽ. ഇവിടെ തുമ്പി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ തുമ്പിയല്ല, തേനീച്ച എന്ന് വേണം അർത്ഥം സ്വീകരിക്കാൻ. തുമ്പി, നമ്മൾ മലയാളത്തിൽ തേനീച്ചയല്ല, വേറൊരു എണ്ണം ആകാശത്തോടെ പറക്കുമല്ലോ കൂട്ടം കൂട്ടമായിട്ട്, വെള്ളത്തിന്റെ മുകളിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുമല്ലോ. നാലാമത്തെ വിഭാഗക്കാർക്ക് എന്താണ്? മധുവുണ്ട പോൽ തുമ്പിയിൻ പാട്ടുപോൽ, തേൻ കുടിച്ച് മതിച്ച് തേനീച്ചയുടെ മൂളൽ പോലെ. അത് കണ്ടിന്യൂസ് ആണ്, നിരന്തരമാണ്. കൂടെ കൂടെ ഉപദേശിച്ചാൽ പോരാ. ഈ നാലാമത്തെ വിഭാഗത്തിലുള്ളവർക്ക് സദാ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. മധുവുണ്ട പോൽ തുമ്പി, അതാണ് മധുവുണ്ട പോറ്റുമ്പി, തുമ്പിയിൻ പാട്ടുപോൽ. ആ പാട്ട് എന്ന് പറഞ്ഞാൽ എവിടെ? തേനീച്ചയുടെ പാട്ടെന്ന് പറഞ്ഞാൽ എവിടെ? മൂളലാണ്. അത് നിരന്തരമായി ഇടവിടാതെ ആ മൂളൽ കേട്ടുകൊണ്ടിരിക്കും. ഏത്? മധുവുണ്ട് രമിക്കുന്ന, ആ മധുവിന്റെ രസത്തിൽ ഇരിക്കുന്ന തേനീച്ച. ആ തേനീച്ചയുടെ മൂളൽ പോലെ. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ചിദംബരസ്വാമികൾ എഴുതിയ ആ തമിഴ് വാക്യം ഇതാണ്, വ്യാഖ്യാനം ഇതാണ്. മൂർച്ഛിത്ത് കിടന്ന പെൺതുമ്പിയെ ആൺതുമ്പി സൂഴ്ந்து കൊണ്ട് ഇടയറാതെ പാടി ആടവേ അതற்கு അമ്മൂർച്ചൈ തെളിந்து ഇതനോട് പറന്ന് കൂടൽ പോലെ. ഇതാണ് ചിദംബരസ്വാമികൾ എഴുതിയിട്ടുള്ള വ്യാഖ്യാനം. അതിലെന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, തേൻ കുടിച്ച് മതിച്ച് അതിന്റെ മത്ത് തലയ്ക്ക് കയറി മയങ്ങിക്കിടക്കുന്ന പെൺ തേനീച്ച. ഈ തേനീച്ചകളില് റാണിയാണ്. ഈ റാണി, ബാക്കിയുള്ളൊക്കെ ഈ ആൺ തേനീച്ചകളൊക്കെ അലസന്മാരാണ്, മടിയന്മാരാണ്. ഗൃഹഭരണം നടത്തുന്നത് ഈ റാണിയാണ്, റാണിയീച്ച, പെണ്ണീച്ച. അപ്പോ മൂർച്ഛിത്ത് കിടന്ന പെൺതുമ്പിയെ ആ തേൻ കുടിച്ച് അതിന്റെ ലഹരി തലയ്ക്ക് പിടിച്ച് പെൺതുമ്പിയുടെ അടുത്ത് ആൺതുമ്പി സൂഴ്ந்து കൊണ്ട് അതിന്റെ അടുത്ത് വന്ന്, ആൺതുമ്പി എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ആൺ തേനീച്ച, അതെന്ത് ചെയ്യും? ഇടയറാതെ പാടി ആടവേ.
നിരന്തരമായി മൂളിക്കൊണ്ട് അതിന് ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ പറന്ന് അവർക്ക് ആ മൂർച്ചയിൽ തെളിന്ത് ആ മയങ്ങിക്കിടക്കുന്ന റാണി തേനീച്ചയുടെ ആ ബോധക്കേട് അല്ലെങ്കിൽ മത്ത് മാറി രണ്ടും കൂടെ ഒരുമിച്ച് പറന്നു പോകും. ഇതുപോലെ അജ്ഞാന നിദ്രയിൽ കിടക്കുന്ന ഈ ശിഷ്യനാകുന്ന തുമ്പിയുടെ ചുറ്റും ഗുരുവാകുന്ന ആ തേനീച്ച അല്ലെങ്കിൽ തുമ്പി ചുറ്റും പറന്ന് നടന്ന് മൂളി എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതേ സത്യത്തെ പറഞ്ഞ് അവസാനം തൻ്റെ നിലയിലേക്ക് ഉയർത്തി രണ്ടുപേരും മോക്ഷത്തിലേക്ക് പോകുന്നു, ശിഷ്യനും ഗുരുവും. അങ്ങനെ ഒരർത്ഥമാണ് ഈ തുമ്പി എന്നുള്ളതിന് ഈ വ്യാഖ്യാതാവ് നൽകിയിട്ടുള്ളത്. ആ മൂർച്ചയിൽ തെളിന്ത് ഇതിനോട് പറന്ന് കൂടൽ പോലെ, രണ്ടുപേരും കൂടെ പറന്നു പോകുന്നത് പോലെ ശിഷ്യനെ തൻ്റെ നിലയിലേക്ക് ഉയർത്തുന്നു ഒരാചാര്യൻ. അതാണ് മതുണ്ട പോറ്റുമ്പിയിൻ പാട്ടുപോൽ. അപ്പോൾ ഓരോ തരത്തിൽ ഓരോ നിലയിലുള്ള സാധകന്മാരെ ആചാര്യൻ ഓരോ തരത്തിലാണ് കൈപിടിച്ച് ഉയർത്തുന്നത്. നമുക്കതിൻ്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. മുമുക്ഷുക്കളുടെ പക്വം 4 തരത്തിലാണ് അറിയപ്പെടുന്നത്. തീവ്രതരം, തീവ്രം, മന്ദം, മന്ദതരം. ഇതിൽ ഡിസെൻഡിങ് ഓർഡറിലാണ് ഞാൻ പറഞ്ഞത്, അസെൻഡിങ് ഓർഡറിലാണ്, ആരോഹണ ക്രമത്തിലാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ശ്രേഷ്ഠരാണ് തീവ്രതരം എന്ന വിഭാഗത്തിൽപ്പെടുന്ന വൈരാഗ്യമുള്ളവർ. അതിന് താഴെ തീവ്രം, അതിൻ്റെയും താഴെ മന്ദം, അതിൻ്റെയും താഴെ മന്ദതരം. ഇങ്ങനെയാണ് അവയ്ക്ക് നാമധേയം. അവർക്കുള്ള ഗുരുപദേശം എങ്ങനെ ആയിരിക്കുമെന്ന് ഈ പദ്യത്തിൽ കാണിച്ചിരിക്കുന്നു. ഉത്തമമായ തീവ്രതര പക്വരെ എന്ന് പറഞ്ഞാൽ തീവ്രതരമായ പക്വത സ്വന്തമായിട്ടുള്ള സാധകന്മാരെ ഗുരു ഒന്ന് നോക്കിയാൽ മതി എന്നാണ്. ഇവന്റെ ഉള്ളിൽ സത്യം തെളിയട്ടെ, പ്രകാശിക്കട്ടെ. അതിന് ആ ശിഷ്യനും കൂടെ യോഗ്യത വേണം. ഈ ഗുരു എന്ന് പറയുന്ന ആരാ? സാക്ഷാത് ജഗദീശ്വരൻ. ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായ ബ്രഹ്മമാണ്. അപ്പൊ ആ ഭഗവാന്റെ സങ്കല്പം എങ്ങനെ വിഫലമാകും, വ്യർത്ഥമാകും? ആ പക്വതയുണ്ടെങ്കിൽ ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും ഒക്കെ അനുഗ്രഹം തനിയെ കിട്ടും. നമ്മൾ ഈ പക്വത നേടാൻ ശ്രമിക്കുന്നില്ല, അതാണ് കുഴപ്പം. നമ്മൾ ഏതെങ്കിലും ഗുരുവിൻ്റെ കാല് കെട്ടിപ്പിടിച്ചോണ്ട് അദ്ദേഹം എന്നെ പൊക്കിയെടുക്കും എന്ന് പറയും. നിങ്ങളുടെ ജോലി എന്താ? നിങ്ങൾ ചെയ്യണ്ടേ? നമ്മൾ താൻ പാതി ദൈവം പാതി. ഇപ്പൊ ഗുരുവിനെ എടുത്താലും താൻ പാതി ഗുരു പാതി. 50% പോലും നമ്മൾ എടുക്കില്ല. 99% ഗുരു ചെയ്യണം, 1% ഞാൻ ചെയ്യും. അതിന് പോലും ഞാൻ തയ്യാറല്ല. അദ്ദേഹം പൊക്കി എന്നെ ഉദ്ധരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ എങ്ങനെയാ നടക്കുക? എപ്പോഴും പുരുഷ പ്രയത്നം അതിന് വലിയ സ്ഥാനമാണുള്ളത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ വ്യക്തിയുടെ തലത്തിൽ നിന്നുള്ള മോക്ഷത്തിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഫലപ്രദമാകുന്നത്. ഗുരു ഒന്ന് ഉന്തുന്നു, അത്രയേ ഉള്ളൂ. ഈ ട്യൂബ് ലൈറ്റിന്റെ സ്റ്റാർട്ടർ പോലെ. സ്റ്റാർട്ടർ എന്താ ചെയ്യുന്നത്? ട്യൂബ് ലൈറ്റ് പ്രകാശിക്കാൻ ആദ്യം ഹൈ വോൾട്ടേജ് വേണം. ആ ഹൈ വോൾട്ടേജ്, ഇപ്പൊ വോൾട്ടേജ് കുറവാണെങ്കിലും ഈ സ്റ്റാർട്ടർ അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കൂട്ടും. ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇതില് ആ ട്യൂബ് ലൈറ്റ് പ്രകാശിക്കാൻ തുടങ്ങും. പക്ഷെ ഇത്രയും ഹൈ വോൾട്ടേജ് പിന്നീട് ആവശ്യമില്ല, സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനുശേഷം അതിന്റെ വോൾട്ടേജ് കുറയ്ക്കണം. അതിനാണ് ചോക്ക് എന്ന് പറയുന്ന സാധനം. ഇംഗ്ലീഷിൽ ചോക്ക് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കുക എന്നാണ് അർത്ഥം. CHOKE, ചോക്ക്, ശ്വാസം മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ടർ കൂട്ടിയ വോൾട്ടേജിനെ പിന്നീട് കുറയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് വൈദ്യുതിയുടെ ഉപഭോഗം കൂടും. അതുകൊണ്ടാണ് ഇപ്പോഴും സ്റ്റാർട്ടറും ഇല്ല, ചോക്കില്ല. ഇപ്പോൾ ഇലക്ട്രോണിക് ചോക്ക് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അതിന് സ്റ്റാർട്ടറിന്റെ ആവശ്യമില്ല. നമ്മൾ ഗുരുവിനെ വെറും ഒരു സ്റ്റാർട്ടറായിട്ട് വിചാരിക്കും. നമ്മളാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അദ്ദേഹം പുറകിൽ നിന്ന് അപ്പോഴപ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ തരും, നമ്മെ സഹായിക്കും, കൈപിടിച്ചുയർത്തും. പക്ഷെ എല്ലാം അദ്ദേഹത്തിന്റെ പടലിക്ക് വെച്ചാൽ അതങ്ങനെ ശരിയാകും? പിന്നെ നമുക്കെന്താ ജോലി? നമ്മളല്ലേ വാസ്തവത്തിൽ മുമുക്ഷു. അപ്പൊ നമുക്കല്ലേ ഈ ഗുരുവിനെക്കാളും കൂടുതൽ തീവ്രമായ ആഗ്രഹം ഈ മോക്ഷത്തിൽ വേണ്ടത്? ഉത്തമരായ തീവ്രതര പക്വരെ ഗുരു ഒന്ന് നോക്കിയാൽ മതി, അവർ സാക്ഷാത്കാരത്തെ അപ്പോൾ തന്നെ പ്രാപിച്ചു കൊള്ളുന്നു. ജീവബോധം ഒഴിവാക്കുവാൻ വെമ്പുന്ന തീവ്രപക്വന്, നേരത്തെ പറഞ്ഞത് തീവ്രതരം, ഇപ്പൊ പറയാൻ പോകുന്നത് തീവ്രം, അല്പം താഴെ. തീവ്രപക്വന് ഗുരു ഒരു പ്രാവശ്യം ഉപദേശിച്ചാൽ മതിയാകും. ആ ഉപദേശം ഒരു വാക്കാകാം, അല്ലെങ്കിൽ ഒരു വാക്യമാവാം. രമണ മഹർഷി ഉപദേശിച്ചായിട്ട് പറയില്ലേ, ചുമ്മായിരിക്കും. തായ്മാനവർ സ്വാമികളാണ് അത് പറഞ്ഞിട്ടുള്ളത്. ചുമ്മായിരിക്ക സുഖമുണ്ടേ, വന്ന വഴിയേ പോ. ഇതൊക്കെയാണ് രമണ മഹർഷിയുടെ ഉപദേശം. വന്ന വഴിയിലൂടെ തിരിച്ചു പോകൂ. ആ പരമാത്മാവിൽ നിന്ന് എങ്ങനെയാണോ ജീവബോധത്തിലേക്ക് താൻ പതിച്ചത്, അതേ മാർഗത്തിലൂടെ അന്തർമുഖനായി ഉള്ളിലേക്ക് യാത്ര ചെയ്യൂ. ഇന്നർ പാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്.
രമണാശ്രമത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ് ഇന്നർ പാത്ത്. ഇന്നർ പാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആന്തരമായ അന്വേഷണം, ആത്മാന്വേഷണം. അല്ലാതെ ഈ ഗിരിപ്രദക്ഷിണത്തിന് പോകുന്നവർ സാധാരണ ആ റോഡിലൂടെയാണ് പ്രദക്ഷിണം വെക്കുക. അതല്ലാതെ ആ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ അതിനെ കുറച്ചുകൂടെ അടുത്തായിട്ട്, അത് കുറച്ച് കാടും ഇതൊക്കെ ഉള്ളതാണ്. ഇപ്പം അതിലൂടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ പ്രദക്ഷിണം ഉണ്ടോ? അനുവദിക്കുന്നില്ലല്ലോ. ഇല്ല, അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് സാധാരണ ഇന്നർ പാത്ത് എന്ന് പറയുന്നത്. മറ്റേത് ഔട്ടർ പാത്ത്. ഔട്ടർ പാത്തിൽ പദയാത്രയായിട്ടും പ്രദക്ഷിണം ചെയ്യാം. നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഓട്ടോയിൽ കയറി പ്രദക്ഷിണം ചെയ്യുന്നവരും ഉണ്ട്. ബൈക്കിലോ സ്കൂട്ടറിലോ ടാക്സിയിലോ ഏതെങ്കിലും വാഹനത്തിൽ കയറി പ്രദക്ഷിണം ചെയ്യണം. പക്ഷേ ശരിക്കുള്ള ആത്മാവ്, ശരിക്കുള്ള അരുണാചലം അല്ലെങ്കിൽ അരുണാചലേശ്വരൻ അവനവന്റെ ഉള്ളിലാണ്. അതിനെ ചുറ്റി ബുദ്ധി കൊണ്ട് വേണം പ്രദക്ഷിണം ചെയ്യാൻ. ഇതാണ് ആത്മവിചാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഒരു ആദ്യപടി എന്നുള്ള നിലയിൽ പുറത്ത് പ്രദക്ഷിണം വെക്കട്ടെ. രമണ മഹർഷി വളരെ വിശേഷമായിട്ടാണ് ഈ തിരുവണ്ണാമലയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ ഞാൻ ബാലകൃഷ്ണ സാറിന് എടുത്തു വെച്ചു, സാറേ ഈ മറ്റ് മലകൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ തിരുവണ്ണാമലയ്ക്കുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, രണ്ടും ബ്രഹ്മം. ഇവിടെയുള്ള മുക്കുന്നി മലയും തിരുവണ്ണാമല തന്നെ. ഹിമാലയവും വിന്ധ്യനും സഖ്യനും എല്ലാം ഈശ്വര സ്വരൂപം തന്നെ. പിന്നെ എന്താ, ആ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലല്ലേ അവർക്ക് അതിലൊരു ഭക്തി ഉണ്ടാവൂ. അവര് പിന്നെ ആ മലയെ വെറും മലയായിട്ട് കാണില്ല, ശിവസ്വരൂപമായിട്ട് കാണും. അപ്പൊ ഇതൊക്കെ ഈ ജ്ഞാനികളുടെ ഉപദേശമൊക്കെ സാധാരണക്കാരെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. അത് ശിവസ്വരൂപമാണ്. 5 മുഖമുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു പടം വെച്ചിട്ടുണ്ടല്ലോ. ഒരു പ്രത്യേക പൊസിഷനിൽ നിന്ന് നോക്കിയാലേ 5 ശിഖരങ്ങളും കാണാൻ പറ്റൂ. ശിവൻ 5 മുഖമാണെന്നാണ്, പഞ്ചമുഖം. അപ്പൊ സാറ് പറഞ്ഞത് എല്ലാ മലകളും തിരുവണ്ണാമല തന്നെയാണ്, എല്ലാ ഈശ്വര സ്വരൂപം തന്നെയാണ്. ആ പ്രദേശത്ത് ആ മല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അതിലൊരു ദിവ്യഭാവം വളർത്തിയെടുക്കട്ടെ എന്നുള്ളത് കൊണ്ട് രമണ മഹർഷി അത് ശിവസ്വരൂപമാണെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാറ്റിനെയും ശിവമായി കാണാം, ശിവമയമായിട്ട് കാണാം എന്നാണ് സാറിന്റെ വ്യാഖ്യാനം. അപ്പൊ ഇവിടെ ജീവബോധം ഒഴിവാക്കുവാൻ വെമ്പുന്ന തീവ്ര പക്വന് ഗുരു ഒരു പ്രാവശ്യം ഉപദേശിച്ചാൽ മതിയാകും. അവൻ ആ വാക്ക് ഉടനെ ഏറ്റ് പ്രയോജനപ്പെടുത്തിക്കൊള്ളുന്നു. ആ ശിഷ്യന് ആ ഒരു വാക്കോ അല്ലെങ്കിൽ വാക്യമോ ധാരാളം മതി. അതും സ്വീകരിച്ചുകൊണ്ട് അയാൾ ചിലപ്പോൾ വിദേശത്തേക്കായിരിക്കും പോകുന്നത്, തൻ്റെ ബാക്കിയുള്ള സാധന തുടരാൻ. കൂടെ ഗുരുവിൻ്റെ അടുത്ത് വന്ന് എന്നും അദ്ദേഹത്തെ ചെന്ന് കണ്ടുകൊണ്ട് ഒരിക്കൽ സാറിനെ കാണാൻ പോയപ്പോൾ സാറ് പറഞ്ഞാണ്, ബാലകൃഷ്ണൻ നായർ സാറ്, ഇവിടെ വന്ന് ഈ കിഴവന്റെ ഈ നശിക്കാറായ ശരീരം കണ്ടിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. 19 വയസ്സ് കഴിഞ്ഞല്ലോ. ഈ ജീർണിച്ച് താഴെ വീഴാൻ തയ്യാറായി നിൽക്കുന്ന ഈ ശരീരം, ഇതിനെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വിശേഷിച്ചൊന്നും കിട്ടാനില്ല. നിങ്ങൾ പോയി തത്വം ഉറപ്പിക്കുന്നു, ഒക്കെ ഈശ്വരമയമായി കാണാൻ പരിശീലിക്കൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പോയി ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ സാറ് ചോദിക്കും, വേറെ സംശയമൊന്നുമില്ലല്ലോ, വേറെ സംശയമൊന്നുമില്ലല്ലോ. ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, പോയിട്ട് ഒരു കഷ്ടിച്ച് 5 മിനിറ്റേ ആയിട്ടുള്ളൂ, രമേശ അപ്പോൾ വേറെ സംശയമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇല്ല സാറെന്ന്. എന്നാ സ്ഥലം വിടുന്നു. വെറുതെ എന്തിനാ അദ്ദേഹത്തിന്റെ സമയവും കൂടെ കൊണ്ടുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത്? അദ്ദേഹം അന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് അല്പം കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, എന്നാ രമേശ് വിട്ടോ, രമേശ് ചെല്ല്, അങ്ങനെയാണ് പറഞ്ഞത്. ഇതിന് നേരെ വിരുദ്ധമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറായി കാണും സാറിന്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. ആ ഇത്ര പെട്ടെന്ന് പോകുന്നോ? 3/4 മണിക്കൂറായോ? ഈ മഹാത്മാക്കളുടെ പ്രവൃത്തി വിലയിരുത്താൻ നമ്മളാരാണ്? പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഒരു ഗുരു തന്നെ ഒരിക്കലും ശിഷ്യൻ ഒരു ശരീരമായി കാണരുത്. ഗുരു തത്വം, ഈശ്വരൻ, അതിപ്പോ ഏത് ശരീരത്തെ കണ്ടാലും ആ ഈശ്വരഭാവം നിലനിർത്തിക്കൂടെ? അപ്പോ ഈ ഗുരു എന്നുള്ള രൂപത്തിൽ എപ്പോഴും കൂടെ വന്ന് അദ്ദേഹത്തെ കാണുക, അവിടെ ഇരുന്ന് കുറെ നേരം സംസാരിക്കുക, കൂടുതലും പരദൂഷണമായിരിക്കും. കൂടെ വരുന്ന മറ്റാൾക്കാരെ കുറിച്ചുള്ള വിമർശനവും ഒക്കെ അതിനകത്ത് പെടും. അപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തത്വം ഉറപ്പിക്കൂ. അല്ലാതെ ഈ ശരീരത്തെ ഒന്ന് കണ്ടതുകൊണ്ട് എന്ത് വിശേഷം? അല്ല, മഹാത്മാക്കളുടെ ദർശനം പുണ്യകരമാണല്ലോ, അതിനുവേണ്ടി ദിവസവും ചെന്ന് കാണണോ? നമ്മൾ ഒരാൾ മാത്രമല്ല ഇദ്ദേഹത്തെ ചെന്ന് കാണുന്നത്. സാറിന് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഒരു അരമണിക്കൂർ സംസാരിച്ചിരിക്കും, നമ്മൾ പോകുമ്പോഴായിരിക്കും വേറൊരാൾ കയറി വരുന്നത്. അദ്ദേഹം ഒരു 3/4 മണിക്കൂർ, അദ്ദേഹം ഇറങ്ങുമ്പോൾ വേറൊരാൾ കയറി വരും. അദ്ദേഹത്തിനൊന്ന് വിശ്രമിക്കണം, കിടക്കണമെന്ന് തോന്നില്ലേ? അപ്പൊ നമ്മൾ ഈ ഭക്തി മുഴുത്തിട്ട്, ഗുരുഭക്തി മുഴുത്തിട്ട് ഗുരുവിനെ ഉപദ്രവിക്കരുത്.
ഗുരുപീഡനം പാടില്ല. ഭക്തി ഉള്ളിലായിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞ മാർഗത്തിലൂടെ സഞ്ചരിക്കൂ, അതാണ് വേണ്ടത്. മൂന്നാം തരക്കാരായ മന്ദപക്വർക്ക് അപ്പപ്പോൾ ഓരോന്ന് ശുഭശകുന ചകോര ശബ്ദം പോലെ. ഈ ഉപ്പന്റെ ശബ്ദം ശുഭശകുനമാണെന്ന്, നല്ലതാണ്, ശുഭലക്ഷണമാണ്, മംഗളസൂചകമാണ്. അതുകൊണ്ട് ആചാര്യന്റെ വാക്കും ഈ മോക്ഷത്തിലേക്ക് നമ്മെ നയിക്കുന്നത് കൊണ്ട് അത് മംഗളസൂചകമാണ്. അവിടെ ഈ മൂങ്ങയുടെ ശബ്ദം എന്നുള്ള ആ അർത്ഥം ചേരില്ല. സൗണ്ട് ഓഫ് എൻ ഔൾ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് വിട്ടേക്കാം. അപ്പോൾ ഓരോന്ന് ശുഭശകുന ചകോര ശബ്ദം പോലെ അവർക്കുള്ള സാക്ഷാത്കാര സാധനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി ഉരയ്ക്കേണ്ടിയിരിക്കുന്നു, പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. നാലാമത്തെ വിഭാഗക്കാർക്കോ നാലാമനായ മന്ദതര പക്വന് എന്ന് പറഞ്ഞാൽ വൈരാഗ്യം, വിരക്തി ഏറ്റവും കുറവ്. അതിനേക്കാളും നേരത്തെ പറഞ്ഞ 3 വിഭാഗത്തിൽപ്പെട്ടവർക്ക് വൈരാഗ്യം കൂടുതലുണ്ട്. ഈ മന്ദതര പക്വന് ഗുരു ശാസ്ത്രങ്ങളാലും മറ്റും സദാ ഉപദേശങ്ങൾ നൽകി സഹായിക്കേണ്ടതുണ്ട്. നിറയെ തേൻ കുടിച്ച ഭ്രമരം സർവദാ മുരളുന്നത് പോലെ ആയിരിക്കണം ഗുരു ശിഷ്യനെ കരകയറ്റാൻ നൽകുന്ന ഉപദേശവചനങ്ങൾ. മന്ദതര പക്വന് ആവർത്തിച്ച് ഉപദേശിക്കേണ്ടി വരും. വണ്ട് മൂളുന്നത് പോലെ അല്ലെങ്കിൽ തേനീച്ച മൂളുന്നത് പോലെ കൂടെ കൂടെ ഈ തത്വത്തെ ശിഷ്യന് ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ടതായി വരും. ശിഷ്യന് സ്വയം ആ തത്വത്തെ വിചാരം ചെയ്യാനോ സ്മരിക്കാനോ ഉള്ള കഴിവില്ല. ഗുരുവിൻ്റെ ആ അതിരറ്റ കാരുണ്യം കൊണ്ട് ഗുരു ആ സത്യത്തെ കൂടെ കൂടെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു ശിഷ്യന്റെ നന്മയ്ക്കായി. 67ാമത്തെ പദ്യം വായിക്കാം. മുലൈ മുതിര നാണ മുതിർന്നടങ്കി മൂടി കലവിയിലെ നക്കിനത്തെ കാട്ടൽ ശലനൈ പയനാനാലും തമ്പനൈ ചെയ്ത് ആനന്ദമാക്കുവത് പോനാലാം ഇന്ത പൊരുൾ. ഈ ആചാര്യന്മാർ ചില ഉദാഹരണങ്ങൾ നൽകുമ്പോൾ നമ്മൾ അതിൽ ഒരിക്കലും അശ്ലീലത കാണരുത്. ചില കാര്യങ്ങൾ അവർ പറയുന്നത് തികഞ്ഞ ലൗകികമായ, നമ്മൾ മലയാളത്തിൽ പറയലേ, പച്ചയായ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ചില സൂക്ഷ്മ തത്വങ്ങളെ നമുക്ക് ബോധിപ്പിച്ചു തരിക. പ്രത്യേകിച്ചും ഈ തമിഴ് സിദ്ധന്മാർക്കാണ് ഈ സ്വഭാവം കൂടുതൽ. അങ്ങനെയുള്ള ഒരു പദ്യമാണ്. ഇതിലെന്ത് പറയുന്നു നോക്കൂ. മുലൈ മുതിര നാണ മുതിർന്ന് അടങ്ങി മൂടി കലവിയിലെ നക്കിനത്തെ കാട്ടൽ. ഇവിടെ നക്കിനം എന്ന് പറഞ്ഞാൽ നഗ്നം. അത് തമിഴിൽ പറയുമ്പം നക്കിനം എന്നേ അവർ പറയത്തുള്ളൂ. കൂട്ടക്ഷരങ്ങളൊക്കെ അവർക്ക് ഉച്ചരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്ത് പറയുന്നു? മുലൈ മുതിര നാണം മുതിർന്ന് അടങ്ങി മൂടി കലവിയിലെ നക്കിനത്തെ കാട്ടൽ. ഒരു പെൺകുട്ടി ഋതുമതിയായി കഴിയുമ്പോഴാണല്ലോ ഈ സ്തന വളർച്ചയുണ്ടാകുന്നത്. അപ്പോൾ ആ ബാലികയായിരിക്കുമ്പോൾ പ്രായമൂപ്പ് വരുന്നതിന് മുമ്പുള്ള ബാലികയുടെ സ്വഭാവവും ഋതുമതിയായതിനു ശേഷമുള്ള സ്വഭാവവും അതിൽ പ്രകടമായ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ആൺകുട്ടികളിൽ അത്ര വലുതായിട്ട് അത് കാണാൻ പറ്റില്ല, കാരണം അവർക്ക് മീശയും താടിയും ഒക്കെ മുളയ്ക്കുന്നുള്ളതല്ലാതെ കാര്യമായ വ്യത്യാസങ്ങൾ. പക്ഷേ സ്ത്രീകളിൽ അങ്ങനെയല്ല. അവരുടെ ആന്തരികമായ എന്ന് പറഞ്ഞാൽ മാനസികമായ വളർച്ചയും അതുപോലെ ശാരീരികമായ വളർച്ചയും അതിൽ പ്രകടമായ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അതിനെയാണ് പറയുന്നത് മുലൈ മുതിര. സ്തനങ്ങൾ പതുക്കെ പതുക്കെ വളർന്ന് വലുതായി നാണം മുതിർന്ന്. പൊതുവെ സ്ത്രീ സഹജമായ ഒരു ലജ്ജയാണ് ആ പ്രായത്തിൽ ഉണ്ടാവുക. നാണം തോന്നി ലജ്ജയോടുകൂടെ അടങ്ങി പരപുരുഷന്മാരുടെ മുമ്പിൽ വരാൻ അല്പം അറപ്പും നാണവും ഒക്കെ ഉണ്ടാവും ആ സമയത്ത്. ഇപ്പോഴങ്ങനെയൊന്നുമല്ല. ജീൻസും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് വാടാ പോടാ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. വാടാ മാപ്പിള എന്നൊക്കെ ഒരു പാട്ട് കേൾക്കുന്നില്ല. അപ്പൊ ഇത് അന്നത്തെ കാലത്തിലുള്ള സംസ്കാരമാണ്. അതായത് ഋതുമതി ആയിക്കഴിഞ്ഞാൽ പരപുരുഷന്മാരുടെ മുമ്പിൽ അത്ര കണ്ട് അവർ പ്രത്യക്ഷപ്പെടാറില്ല. വീട്ടിനകത്ത് ഒതുങ്ങി നിൽക്കും. പൊതുവേ സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തു പോകാറില്ല. കാരണം ഈ പുറത്തു പോയി സമ്പാദിക്കുക, സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരിക, ഇതൊക്കെ ആണുങ്ങളുടെ ഡിപ്പാർട്ട്മെന്റാണ്. പൊതുവേ സ്ത്രീകൾ പുറത്തിറങ്ങാറില്ല. നമ്മൾ മലയാളത്തിൽ പറയട്ടോ, കെട്ടിലമ്മ ചാടിയാലും കൊട്ടിയമ്പലം വരെ എന്നൊക്കെ പറയാറില്ലേ. ഇട്ടിയമ്മ ചാടിയാലും അല്ലേ, ഇട്ടിയമ്മ ചാടിയാലും. അതായത് ആ നമ്പൂതിരി ഗൃഹങ്ങളുണ്ടല്ലോ, മനകൾ, ആ മനകളിൽ ആ പടിവാതിൽ വരെ അവരെ വരത്തുള്ളൂ, അതിന് പുറത്തിറങ്ങില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു സംസ്കാരം, പാരമ്പര്യം നമുക്ക് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നാണം മുതിർന്ന് ലജ്ജ, സ്ത്രീ സഹജമായ ലജ്ജയുണ്ടായി അടങ്ങി അവര് ഒരു
അടക്കം ഒടുക്കം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, അത് തന്നെ. അതെന്താണെന്ന് നമുക്ക് വിവരിക്കാൻ പറ്റില്ല. പെൺകുട്ടികളായാൽ കുറച്ച് അടക്കവും ഒതുക്കവും ഒക്കെ വേണം. എന്താണ് ഈ അടക്കം, എന്താണ് ഈ ഒതുക്കം? ഈ വാക്ക് പറഞ്ഞ് നമുക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണെന്നുള്ളത്. ലെഫ്റ്റ് റൈറ്റ് മാർച്ച് ചെയ്ത് പോരുതെന്ന് അർത്ഥം, റോഡിൽ കൂടെ ആണുങ്ങൾ പോണത് പോലെ. ആ നടക്കുന്നതിൽ ഒരു സൗമ്യതയും ഒരു ലാളിത്യവും ഒക്കെ ഉണ്ടാവണം. എന്നാലേ അത് അടക്കത്തോടും ഒടുക്കത്തോടും കൂടിയ നടത്തയാവും. അപ്പോ മുതിർന്ന് അടങ്ങി നാണം മുതിർന്ന് എന്ന് പറഞ്ഞാൽ നാണം വളർന്ന്, നാൾക്കുനാൾ നാണം ലജ്ജ കൂടിക്കൂടി വന്ന് അടങ്ങി എന്ന് പറഞ്ഞാൽ ആ അടക്കവും ഒടുക്കവും ഒക്കെ ഉണ്ടായി മൂടി. ഈ ദാവണി ഹാഫ് സാരി ഋതുമതിയായ പെൺകുട്ടികളാണല്ലോ, അതിനു മുമ്പ് പാവാടയും ബ്ലൗസും ആയിരിക്കും. എന്തുകൊണ്ടാ? ആ മറയ്ക്കേണ്ട ഭാഗങ്ങളൊക്കെ മറയ്ക്കണം. അത് പരപുരുഷന്മാരുടെ നോട്ടത്തിൽ പെട്ടെന്ന് പെടുന്ന രീതിയിലാവരുത് അവരുടെ വസ്ത്രധാരണം. അതാണ് മൂടി. ആ സ്ഥലങ്ങളെയൊക്കെ മൂടി. കലവിയിലെ നക്കിണത്തെ കാട്ടൽ. കലവി എന്ന് പറഞ്ഞാൽ ഭർതൃ സംയോഗം. ഭർത്താവുമായുള്ള വിവാഹം കഴിഞ്ഞ് ഭർത്താവുമായുള്ള സംയോഗത്തിൽ ആ സ്വകാര്യ നിമിഷങ്ങളിൽ മാത്രം തൻ്റെ നഗ്ന ശരീരത്തെ ഒരു സ്ത്രീ കാണിക്കുന്നു, പ്രദർശിപ്പിക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. എന്തിനാ ഈ ഉദാഹരണം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഒരു സാധകൻ പരമാത്മാവിനെ തന്നെ സമർപ്പിക്കാൻ ഈ സ്ത്രീ കാണിക്കുന്നത് പോലെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യും. അതിന് ഉദാഹരണമായിട്ടാണ് പറയുന്നത്. എന്താ? ശലനൈ പയനാനാലും, പയൻ ശലനൈ ആനാലും. പയൻ എന്ന് വെച്ചാൽ പ്രയോജനം, ശലനൈ എന്ന് വെച്ചാൽ ചലനം. ആ ചലനം, പയൻ എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മഫലം. വിനയ്പയൻ എന്നാണ് തമിഴിൽ പറയുന്നത്. പുണ്യവും പാപവും. പുണ്യപാപങ്ങളാണ് സുഖദുഃഖങ്ങളെ യഥാക്രമം രചിക്കുന്നത്. അപ്പോ രണ്ടും ചലനമാണ്. ഒരാള് സുഖം എന്ന് പറയുമ്പോഴും മനസ്സിന്റെ വേലിയേറ്റമാണ്. ദുഃഖം എന്ന് പറയുന്നത് മനസ്സിന്റെ വേലിയിറക്കമാണ്. രണ്ടിടത്തും ചലനമുണ്ട്. ഒന്ന് മുകളിലേക്ക് ഉയരുന്നു, മറ്റേത് തളർന്നു വീഴുന്നു. നമുക്ക് വേണ്ടത് ഇത് രണ്ടുമല്ല, സമചിത്തതയാണ്. ആ സമചിത്തതയെ തന്നെയാണ് നമ്മൾ ശാന്തി എന്ന് പറയുന്നത്. അപ്പോ കർമ്മഫലത്തെ ശലനൈ പയനാനാലും തമ്പനൈ ചെയ്ത്. തമ്പനൈ എന്ന് പറഞ്ഞാൽ സ്തംഭനം, സ്തംഭിപ്പിക്കുക. കേരളത്തില് മലയാളികൾക്ക് അത് വളരെ സുപരിചിതമായ വാക്കാണ്. സ്തംഭിപ്പിക്കും കേരളമാകെ സ്തംഭിപ്പിക്കും. ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളം സ്തംഭിച്ചു പോകുന്നതാണ്, ഒന്നും നടക്കില്ല എന്നാണ്, കംപ്ലീറ്റ് നിശ്ചലമാക്കി കളയുന്നതാണ്. എന്താ, ഒരു ഹർത്താലിനെ ആഹ്വാനം ചെയ്താൽ മതിയല്ലോ. കട തുറക്കുന്നവന്റെ കട തല്ലിപ്പൊളിക്കും, എറിയും. എന്നിട്ട് ഹർത്താൽ സമ്പൂർണ്ണ വിജയം. ഞാൻ പറയട്ടെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ഒരക്രമവും കാണിക്കില്ല, ഇഷ്ടമുള്ളവർക്ക് കട തുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കട തുറക്കും, സകല വണ്ടികൾ ഓടും. അവനവന്റെ സ്വത്തിന് നാശം ഉണ്ടാകുന്ന കാര്യം ആരെങ്കിലും ചെയ്യുമോ? ഭയം കെട്ടാണ് ജനങ്ങൾ. അവർ പറയുന്നത് ജനങ്ങൾ ഹർത്താലിനെ അനുകൂലിക്കുന്നു എന്നാണ്. ജീവനിലുള്ള ഭയം വാഹനത്തിന് ഏറെ ഏൽക്കും എന്നുള്ള ഭയം കൊണ്ടാണ് ആൾക്കാർ അന്ന് വണ്ടി ഇറക്കാത്തതും കട തുറക്കാത്തതും. അതൊക്കെ വിജയമായിട്ട് പരിഗണിച്ചാൽ ഇവരെ എന്ത് ചെയ്യാൻ? അപ്പൊ ഇവിടെ ശലനൈ പയനാനാലും ഈ കർമ്മഫലങ്ങൾ സുഖദുഃഖങ്ങളെ മാറി മാറി രചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവുകയാണ് ചെയ്യുന്നത്. സുഖാനുഭവത്തിലും ശരി, ദുഃഖാനുഭവത്തിലും ശരി. ചിത്തം വിക്ഷേപത്തെ പ്രാപിക്കും. ആ ചിത്തവിക്ഷേപത്തെ നിർത്താൻ അല്ലെങ്കിൽ നിരോധിക്കാനാണ് ഈ അഷ്ടാംഗ യോഗം. അതെന്താ? മനസ്സിളകും, പിടിച്ചു നിർത്തും, പ്രാണായാമം തുടങ്ങിയ പ്രക്രിയകളിലൂടെ അടക്കി നിർത്തും. കുറച്ചു നേരം അവൻ അടങ്ങിയിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവൻ്റെ തനി സ്വഭാവം കാണിക്കും. നിങ്ങൾ എത്ര മണിക്കൂർ ഒരു ദിവസം പ്രാണായാമം ചെയ്യും? എത്ര മണിക്കൂർ ധ്യാനിക്കും? അതുകൂടെ പറയൂ. എത്ര മണിക്കൂർ? രാവിലെ അല്പം, വൈകുന്നേരം. ബാക്കിയുള്ള സമയത്തോ പുറത്തിറങ്ങുമ്പോൾ, ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ, അവിടെയൊക്കെയാണല്ലോ നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ വികാര വിക്ഷുബ്ധമാവുന്നത്. അവിടെ എന്താ, നമ്മുടെ ആ സമയത്ത് മനസ്സിനെ സമീകരിക്കാൻ, സമത്വത്തിൽ കൊണ്ടുചെന്നെത്തിക്കാൻ ഏത് സാധനയാണ് നമ്മെ സഹായിക്കുന്നത്? ഇതൊക്കെ കൃത്രിമമായ മാർഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ചില പ്രത്യേക സമയങ്ങളിൽ, അത് നമ്മുടെ അവരവരുടെ വീടുകളിൽ, ഓഫീസിലാണെങ്കിൽ ആ ലഞ്ച് ടൈമിൽ വേണമെങ്കിൽ അല്പമൊക്കെ ശീലിക്കാം. അല്ലാതെ ഇളകിമറിയുന്ന വ്യവഹാര രംഗത്ത്, കർമ്മരംഗത്ത് ഒരാളുടെ മനസ്സിനെ നിരോധിക്കാൻ, ആ മനസ്സ് ഇളകാതെ വിക്ഷോഭിക്കാതെ നോക്കാൻ
ജ്ഞാനം മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ. തത്വജ്ഞാനം, തത്വവിചാരം അത് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അത് ഊണ് കഴിക്കുമ്പോഴും ആവാം, ഓഫീസിലിരിക്കുമ്പോഴും ആകാം, ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ആവാം. ഏത് സമയത്താണ് നമുക്ക് ഈ പരമസത്യത്തെ ഓർമ്മിക്കാൻ സാധിക്കാത്തത്? എപ്പോഴും ആവാമല്ലോ. കർമ്മഫലം കൊണ്ട് ഉണ്ടാകുന്ന ചിത്തവിക്ഷോഭങ്ങളും ആ ചിത്തവിക്ഷോഭത്താൽ ഇളകുന്ന മനസ്സും, എന്നിട്ട് അതിനെ അടക്കി നിർത്തി സുഖമനുഭവിക്കാം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ചിത്തവൃത്തി നിരോധമാണല്ലോ ശരിക്കും സുഖം. മനസ്സിൻ്റെ സങ്കല്പങ്ങൾ അടങ്ങിയാൽ തന്നെ ഒരു ശാന്തിയും സുഖവും ഉണ്ടാവും. പക്ഷെ അത് എത്ര നേരത്തേക്ക് എന്നുള്ളതാണ്, അതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയുള്ള മാർഗങ്ങൾ തമ്പനൈ ചെയ്ത് ആനന്ദമാക്കുവത്, അങ്ങനെ മനസ്സിൻ്റെ ചലനങ്ങളെയൊക്കെ സ്തംഭിപ്പിച്ച് കൃത്രിമമായ മാർഗത്തിലൂടെ പ്രാണായാമം തുടങ്ങിയ പ്രക്രിയകളിലൂടെ അടക്കി അതിൽ അല്പം ആനന്ദം അനുഭവിക്കുന്നു. അതാണ് പൊതുവെ സാധകന്മാർ ചെയ്യുന്നത്. ആനന്ദമാക്കുവത് പോനാൽ, ഈ പദ്ധതിയെ വിട്ടാൽ, അതായത് മനസ്സിനെ കൃത്രിമമായി അടക്കാനുള്ള മാർഗങ്ങളെ അവലംബിക്കുന്ന രീതി ഉപേക്ഷിച്ചാൽ, നേരിട്ട് മനസ്സിന് തത്വബോധം ഉണ്ടാക്കി കൊടുത്താൽ അതാണ് ശ്രേഷ്ഠം എന്നാണ് പറയുന്നത്. അതാണ് ശ്രേഷ്ഠം. ശലനൈ പയനാനാലും തമ്പനൈ ചെയ്ത് ആനന്ദമാക്കുവത് പോനാൽ ആം ഇന്ത പൊരുൾ. ആം എന്ന് പറഞ്ഞാൽ കിട്ടും, ലഭിക്കും, നേടാം. ഏത്? ഇന്ത പൊരുൾ, ഈ പരമസത്യം. ഈ പരമസത്യത്തെ അതൊക്കെ സാധനയായി നമുക്ക് കുറേയൊക്കെ ശീലിക്കാം. പക്ഷേ ഈ ആത്മവിചാരമാണ് നിത്യസാധന, നിരന്തര സാധന. എന്താണ് ഈ പ്രപഞ്ചം? ഞാൻ ആര്? ഈ രണ്ട് ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കണം. ഇത് മറന്നു പോരുത്. എന്താണ് ഈ പ്രപഞ്ചം? ബ്രഹ്മം. ആരാണ് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ഞാൻ? അതേ ബ്രഹ്മം. ഇപ്പൊ എത്രയുണ്ട്? ഒന്ന് മാത്രം. ആ ഏകത്വ ബോധം, അദ്വൈത ബോധം ഉറപ്പുവരാതെ മറ്റു മാർഗങ്ങളെയൊക്കെ അവലംബിക്കുന്നത് താത്കാലികമാണ്. പ്രയോജനമില്ല എന്നൊരിക്കലും പറയുന്നില്ല. അത് താത്കാലികമായ ചിത്തനിരോധത്തിന് സഹായിക്കുമെന്നുള്ളതല്ലാതെ മനസ്സിനെ നിത്യനിരന്തരമായി ആത്മാവിൽ നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ചാബല്യങ്ങളെ പൂർണ്ണമായി വേരോടുകൂടെ ഇല്ലാതാക്കാൻ പറ്റുന്ന മാർഗം. അതുകൊണ്ട് പക്വതയുള്ളവർ, വിചാരം ചെയ്യാൻ കഴിവുള്ളവർ നേരിട്ട് തന്നെ ആ മാർഗത്തെ അവലംബിക്കേണ്ടതാണ്. അതാണ് ഈ പദ്യത്തിൽ പറയുന്നത്. നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞുവല്ലോ. പ്രായപൂർത്തി വന്ന ഒരു പെൺകുട്ടി പരപുരുഷന്മാരുടെ മുമ്പിൽ തന്നെ പ്രദർശിപ്പിക്കാറില്ല, വീട്ടിനകത്ത് തന്നെയായിരിക്കും ഇരിക്കുക. എന്തിനാ? തന്നെ ആ നിഷ്കളങ്കതയോടുകൂടി, ആ ചാരിത്ര്യത്തോടുകൂടി, കന്യകാത്വത്തോടുകൂടി തൻ്റെ ഭർത്താവിന് സമർപ്പിക്കണം എന്നുള്ള വിചാരമുള്ളത് കൊണ്ടാണ്. ഈ ചാരിത്രം എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, പുരുഷന്മാർക്കില്ല. എന്തുകൊണ്ടാണോ എന്തോ എനിക്കിതേവരെ മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് മാത്രം ചാരിത്രം? എന്താ ആണുങ്ങൾക്ക് ഈ ചാരിത്രം വേണ്ട? ചാരിത്രശുദ്ധി, അതുപോലെ പാതിവൃത്യം, പതിവ്രത, ഭർത്താവിനോട് ഭാര്യയ്ക്ക് തോന്നുന്ന അമിതമായ ഭക്തിയും സ്നേഹവും ഒക്കെയാണ് ഈ പാതിവൃത്യം എന്നുള്ളത് കൊണ്ട്. എന്താ അതുപോലെ തിരിച്ചങ്ങോട്ട് വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പാതിവൃത്യം, പത്നിവ്രതൻ. പക്ഷെ അങ്ങനെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയാറില്ല. ഒരുപക്ഷെ മെയിൽ ഷോവനിസ്റ്റുകളായതുകൊണ്ടായിരിക്കും, പുരുഷ മേധാവിത്വം ഉള്ളത് കൊണ്ടായിരിക്കും. അതെന്തോ ആയിക്കൊള്ളട്ടെ. എന്തായാലും ഇവിടെ ചാരിത്രം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒരു സാധകൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? തൻ്റെ സാധനയെ വളരെ രഹസ്യമായി, പൊതുവേ ഒരു ചൊല്ലുണ്ട്, ഒരാൾ അനുഷ്ഠിക്കുന്ന സാധന മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. ഞാൻ ഇന്ന സാധനയാണ് ചെയ്യുന്നത് എന്നുള്ളത് വേറൊരാളോട് പറയരുത്. മന്ത്രജപത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. തനിക്ക് ആചാര്യനിൽ നിന്ന് ഒരു മന്ത്രോപദേശം കിട്ടി, ഇന്ന മന്ത്രോപദേശമാണ് കിട്ടിയത്, ഞാനത് ഇത്ര അല്ലെങ്കിൽ ഇത്ര ആവൃത്തി ഓരോ ദിവസവും ജപിക്കുന്നു. ഈ കാര്യങ്ങൾ മറ്റാരോടും പറയരുത്. അത് ഗോപ്യമായി രഹസ്യമായി വെക്കണം എന്നുള്ളത് ഒരു മര്യാദയാണ്, അതൊരു കീഴ്വഴക്കമാണ്. ഇങ്ങനെ സാധകൻ ഒരു ഋതുമതിയായ പെൺകുട്ടിയെ പോലെ തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി അതിൽ എല്ലാ സദ്ഗുണങ്ങളും നിറച്ച് അവസാനം തൻ്റെ പതിയായ, ഈ ശൈവ സിദ്ധാന്തത്തിൽ പതി, പശു, പാശം ഇങ്ങനെ 3 ഉള്ളത്.
പതി എന്നുള്ളതിന് നാഥൻ, ഈശ്വരൻ എന്നും അർത്ഥമുണ്ട്, ഭർത്താവ് എന്നും അർത്ഥമുണ്ട്. അപ്പൊ തന്നെ ഒരു സ്ത്രീയെ പോലെ വിചാരിച്ച് സാധകൻ ആ ചാരിത്ര്യം എന്ന് പറഞ്ഞാൽ ആ മനസ്സിന്റെ നൈർമല്യം, നിഷ്കളങ്കത, ഗുണമൂല്യങ്ങൾ അതൊക്കെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് തൻ്റെ പതിക്ക് തന്നെ സമർപ്പിക്കുന്നു എന്നാണ്. അവിടെ സാധകൻ സ്ത്രീയുടെ സ്ഥാനത്തും ജഗതീശ്വരൻ ഭർത്താവിൻ്റെ സ്ഥാനത്തുമാണ്. ഇങ്ങനെ വേണം. അപ്പൊ എല്ലാ നന്മകളും, നിഷ്കളങ്കത, സൗശീല്യം, സദ്ഗുണങ്ങൾ എല്ലാം സമൃദ്ധമായി ഹൃദയത്തിൽ നിറയുമ്പോഴാണ് ഈശ്വരന് നമ്മെ സമർപ്പിക്കാൻ ഉള്ള യോഗ്യത നമുക്ക് കിട്ടുന്നത്. ഭഗവാന് കൊടുക്കുന്നത് എപ്പോഴും ശ്രേഷ്ഠമായതും പവിത്രമായതുമായിരിക്കണം. അല്പമായതും മലിനവുമായത് ഭഗവാന് യോജിച്ചതല്ല. അതുകൊണ്ട് ഇവിടെ ചിത്തത്തെയാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ മനസ്സിനെയാണ് ഭഗവാന് കൊടുക്കുന്നത്. അത് മാത്രമേ അദ്ദേഹത്തിന് വേണ്ടൂ താനും. നമ്മുടെ പൈസ വേണ്ട, പുഷ്പങ്ങൾ, പൂജാപുഷ്പങ്ങൾ വേണ്ട, കാണിക്ക വേണ്ട, സ്വർണ്ണാഭരണങ്ങൾ വേണ്ട, നമ്മുടെ കുംഭാഭിഷേകം ഒന്നും വേണ്ട അദ്ദേഹത്തിന്. നിർമ്മലമായ മനസ്സ് നേടൂ, അതിനെ ഭഗവാന് സമർപ്പിക്കൂ. അദ്ദേഹം അത് സ്വീകരിച്ച് അദ്ദേഹത്തെ അതിന് പ്രതിഫലമായി നിങ്ങൾക്ക് തരും. നമ്മുടെ നിർമ്മല മനസ്സിനെ ഭഗവാൻ എടുത്തിട്ട് ഭഗവാന് നമുക്ക് തരും. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സിദ്ധപുരുഷൻ പാടിയതാണ്, ഈ ഭഗവാന് കച്ചവടം ചെയ്യാൻ അറിയില്ല എന്ന്. ഹീസ് നോട്ട് എ ഗുഡ് ബിസിനസ് മാൻ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എൻ്റെ ഉള്ളിലുള്ള അല്പമായ അഹങ്കാരം, നിസ്സാരമായ അഹങ്കാരം, ഒന്നുറങ്ങിയാൽ ലയിച്ചു പോകുന്ന അഹങ്കാരം, ഈ അഹങ്കാരത്തെ ഭഗവാൻ എടുത്തിട്ട് അമൂല്യമായ അദ്ദേഹത്തെ എനിക്ക് തന്നു എന്നാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങിച്ചിട്ട് അതിന് പകരമായി 10 ലക്ഷം രൂപ കൊടുക്കുന്നത് പോലെയാണ്. അയാളെ നല്ല ബിസിനസ്സുകാരൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഈ ഭഗവാന് നേരെ കച്ചവടം ചെയ്യാൻ അറിയില്ല. അല്പമായ എൻ്റെ ഉള്ളിലെ അഹങ്കാരത്തെ സ്വീകരിച്ചിട്ട് മഹത്തായ ഈശ്വര സ്വരൂപത്തെ അദ്ദേഹം എനിക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു സാധകൻ തന്നെ ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? നിരന്തരം ആ ഭഗവത് സ്വരൂപമായ ആത്മാവിൽ ശ്രദ്ധ നിലനിർത്തുന്നത് വഴി. ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനം ഉണ്ടാവുക. സത്കർമ്മങ്ങൾ ചെയ്യുന്നവന് ജ്ഞാനം കിട്ടും, പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവന് ജ്ഞാനം കിട്ടും എന്നൊന്നും പറയുന്നില്ല. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ. കൃഷ്ണൻ പറയുന്നത് ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനം കിട്ടുക. ആ ശ്രദ്ധ നേടാൻ പുണ്യകർമ്മങ്ങളും സത്പ്രവൃത്തികളും ഒക്കെ സഹായിക്കും എന്നുള്ളത് ശരി. നേരിട്ട് എങ്ങനെയാണ് ജ്ഞാനത്തിന് യോഗ്യത നേടുക? ശ്രദ്ധയെ ആത്മാവിൽ തിരിച്ചുവിടൂ. നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഉള്ളിലേക്കായിരിക്കണം, അന്തർമുഖമായിരിക്കണം നമ്മുടെ മനസ്സ്. അയ്യോ, അപ്പം നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അത് ആ സമയത്ത് മനസ്സിന്റെ ഒരു ചെറിയ അംശം മതി ആ ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ. മിക്കവാറുമുള്ള മനസ്സിന്റെ ഭാഗം, ആ ശ്രദ്ധയുടെ ഭൂരിഭാഗത്തെയും ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവിൽ ഞാൻ എന്ന് പ്രകാശിക്കുന്ന ആ ഭാവത്തിലേക്ക് തിരിച്ചുവിടൂ. അങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടെത്തേണ്ടത് എന്നാണ്. അതിൻ്റെ വ്യാഖ്യാനം മലയാളം വായിക്കാം. ഒരു പെൺകുട്ടിയുടെ സ്തനങ്ങൾ അല്പാൽപമായി പൊങ്ങിത്തുടങ്ങുന്നതോടെ അവൾ അവയെ വെളിക്കു കാട്ടുവാൻ ലജ്ജിച്ച് എപ്പോഴും മൂടിമറയ്ക്കുന്നു. പ്രായമാകുമ്പോൾ ഭർതൃസംഗമത്തിൽ അവൾ അവയെ നഗ്നമാക്കി ലജ്ജാവിഹീനയായും നിൽക്കുന്നു. ഈ സാധകന് ഉണ്ടായിരിക്കേണ്ട അത്യന്താപേക്ഷിതമായ ഒരു ഗുണം എന്തെന്നറിയാമോ? ലജ്ജ. ലജ്ജ എന്ന് പറഞ്ഞാൽ സ്ത്രീ സഹജമായ ലജ്ജയല്ല. 4 പേരുടെ മുമ്പിൽ താൻ കേമനാണ് എന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് തോന്നില്ല. ഈ അഹങ്കാരമാണ് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ വലിയ ആളാണ്, എല്ലാവരും എന്നെ. ഈ ഞാനിൻ്റെ രഹസ്യം അല്ലെങ്കിൽ സൂക്ഷ്മത മനസ്സിലാക്കിയവർ അതിനെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. തന്നെ അറിന്തവർ തന്നെ മറയ്പ്പർ, തന്നെ അറിയാതവർ തന്നെ കാട്ടുവർ. ഇങ്ങനെയാണ്. ഈ അഹങ്കാരം വെറും അല്പമാണ്, അത് പുറത്ത് പ്രകടിപ്പിക്കാൻ കൊള്ളില്ല എന്നാണ് വിദ്യാരണ്യ സ്വാമികളൊക്കെ അതിര് കടന്ന് സംസാരിക്കും. ഒരു ജ്ഞാനി താൻ ജ്ഞാനിയാണ് എന്നുള്ള സ്ഥിതിയെ ഒരിക്കലും ലോകരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കില്ല എന്നാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഗുഹ്യഭാഗത്ത് കുഷ്ഠരോഗമുള്ള ഒരു വേശ്യ അതിനെ മൂടി വെക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഈ അഹങ്കാരം പുറത്ത് കാണിക്കാൻ കൊള്ളാവുന്ന ഒന്നല്ല. നമ്മൾ അതിനെയാണെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെന്നറിയാമോ എന്ന് പുറത്ത് പറയാൻ നാണിക്കണം. എന്താ? ഉറക്കത്തിൽ ആശാനില്ല, ഒന്ന് ഉറങ്ങിയാൽ ലയിച്ചു പോകുന്നതാണ് ഈ അഹന്ത. അതിനെ ഇത്ര വലുതാക്കി
തലയിൽ കയറ്റി വെക്കേണ്ട എന്താവശ്യമാണുള്ളത്? അതുകൊണ്ട് യഥാർത്ഥ സാധകൻ അല്ലെങ്കിൽ ഒരു ജ്ഞാനി രണ്ടുപേരും അവരുടെ ആന്തരഭാവത്തെ ലൗകികന്മാരിൽ നിന്ന് മറച്ചു പിടിക്കണം. ഇത് പ്രദർശിപ്പിക്കേണ്ടതല്ല. പക്വതയുള്ളവർ അറിഞ്ഞ് നമ്മെ സമീപിച്ചോട്ടെ. നമുക്ക് ഒരു ലജ്ജയും അടക്കവും വിനയവും ഒക്കെ ആവണം ഉള്ളിൽ ഉണ്ടാവേണ്ടത്. ആയതുപോലെ വിവേകം വരുന്തോറും ജീവാത്മാക്കൾ മുൻപെന്ന വണ്ണം ബോധത്തെ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ജീവഭാവത്തെ വിഷയച്ചേറ്റിൽ പതിപ്പിക്കാൻ ഇടയാകാതെ സൂക്ഷിച്ചു കൊള്ളുന്നു. വിഷയച്ചേറ് എന്നാണ് പറയുന്നത്. ആ വിഷയച്ചേറ്റിൽ ജീവബോധത്തെ അല്ലെങ്കിൽ തൻ്റെ ബുദ്ധിയെ, മനസ്സിനെ, അന്ധഃകരണത്തെ പതിപ്പിക്കാതെ അവർ പവിത്രമായി സൂക്ഷിക്കുന്നു എന്നാണ്. അനന്തരം അവർ യാതൊരു തടവും കൂടാതെ ബോധത്തെ പാടെ അരുളിൽ പുതയ്ക്കുവാൻ യത്നം ചെയ്യുന്നു. മൂടിവെക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഈശ്വരന്റെ ആ കാരുണ്യത്തിൽ അല്ലെങ്കിൽ അരുളിൽ അവർ തങ്ങളുടെ ജീവഭാവത്തെ മറച്ചു പിടിക്കുന്നു. അതായത് പുറത്ത് കാണിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ബോധത്തെ പാടെ അരുളിൽ പുതയ്ക്കുവാൻ യത്നിച്ചാലും അപ്പോഴും അവർക്ക് അരുൾ പ്രകാശം ഉണ്ടാവുകയില്ല. പൂർണ്ണമായിട്ട് അങ്ങനെ മറച്ചു പിടിച്ചാലും പറ്റില്ല. ഏതെങ്കിലും ഒരു സമയത്ത് മറനീക്കി പുറത്തു വരണം. അതിനെയാണല്ലോ ഈ വിവാഹിതയായ സ്ത്രീയുടെ ഉദാഹരണത്തിലൂടെ പറഞ്ഞത്. അതുവരെ വളരെ ഗോപ്യമായി രഹസ്യമായി സൂക്ഷിച്ചിരുന്നത് ഭർത്താവിന്റെ മുമ്പിൽ തുറക്കുന്നു. അതുപോലെ ഈ സാധകൻ ആദ്യമൊക്കെ ഈ അഹങ്കാരത്തെ ഭഗവത് ഭക്തിയിലും മറ്റും മറച്ചു പിടിച്ചാലും ഒരു ഘട്ടം കഴിയുമ്പോൾ അവ മറമാറി പുറത്തു വരും. പുറത്തു വന്നേ പറ്റൂ. ഇതിന് ഒരു ഉദാഹരണം പറയാറുണ്ട്. ഗർഭിണിയായ ഒരു സ്ത്രീ ആ ഗർഭകാലത്തിന്റെ ആദ്യ മാസങ്ങളിൽ കുറെയൊക്കെ വസ്ത്രധാരണത്തിലൂടെ ആ ഗർഭം പുറത്ത് കാണാതെ മറച്ചു പിടിക്കാൻ പറ്റും. 7 മാസം 8 മാസമായ ആൾക്കാരറിയില്ലേ? ഈ ഗർഭം എന്ന് പറയുന്നത് എത്ര കാലം ലോകരുടെ കണ്ണിൽ നിന്ന് മറച്ചു പിടിക്കാൻ ആദ്യമൊക്കെ കുറെയൊക്കെ പറ്റും. പക്ഷെ അവസാനം എന്താ? അത് പുറത്തു വരും. ഇതുപോലെ ഈ ഗർഭിണിയെ പോലെയാണ് ജ്ഞാനി എന്നാണ്. ഉള്ളിൽ ആ ജ്ഞാനം ശിശുവിന്റെ രൂപത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ അറിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ആ ശിശു ഗർഭത്തിന്റെ ഉള്ളിൽ നിന്ന് ക്രമേണ വളർന്ന് പൂർണ്ണ വളർച്ചയാകുമ്പോ ചുറ്റുമുള്ളവർ അറിയും. ഇദ്ദേഹം പറഞ്ഞിട്ടല്ല, ചുറ്റുമുള്ളവർ ആ ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ജ്ഞാനത്തിന്റെ മഹത്വത്തെ സ്വയം മനസ്സിലാക്കും. അങ്ങനെ അദ്ദേഹം ജ്ഞാനിയാണെന്ന് ലോകം മുഴുവൻ അവർ പെരുമ്പറ കൊട്ടി മുഴക്കി പ്രഖ്യാപിക്കും. അദ്ദേഹത്തിന് കീർത്തി ആവശ്യമില്ല, പക്ഷേ വലിയ കീർത്തിയുടെ ഉടമസ്ഥനായി തീരും. അതും ആ ഈശ്വര നിശ്ചയം അങ്ങനെയാണെങ്കിലേ ഉള്ളൂ. കാരണം ലോകമറിയാതെ എത്രയോ ജ്ഞാനികൾ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷരായിട്ടുണ്ട്. ജ്ഞാനിയാണ് എന്നുള്ളത് ഏതെങ്കിലും ഹിമാലയൻ ഗുഹകളിലോ എവിടെയെങ്കിലും ആയിരിക്കും. ഇല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ തന്നെ കഴിഞ്ഞു എന്ന് വരാം. സ്വന്തം ഭാര്യയോ കുട്ടിയോ പോലും ചിലപ്പോൾ ഇദ്ദേഹം ജ്ഞാനിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ പോവാം. ഇതൊക്കെ സാധ്യമാണ്. പക്ഷേ പൊതുവേ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിൽ ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ പൂവ് വിടരുന്നത് പോലെയാണ്. പൂവ് മൊട്ടായിരിക്കുമ്പോൾ തേനീച്ചകളും വണ്ടുകളും ഒന്നും അതിലേക്ക് ആകർഷിക്കപ്പെടാറില്ല. പക്ഷേ അതൊരു പുഷ്പമായി പൂർണ്ണ പുഷ്പമായി വികസിക്കുമ്പോൾ ഈ തേനീച്ചകളും വണ്ടുകളും എവിടെ നിന്നോ പറന്നെത്തും. എന്തിന്? അതിലുള്ള തേൻ ആസ്വദിക്കാൻ. ഇതുപോലെ ഒരാളുടെ ഉള്ളിൽ യഥാർത്ഥമായ ഈശ്വരീയമായ ആനന്ദം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ സാധകന്മാരാകുന്ന തേനീച്ചകളും വണ്ടുകളും ആ ജ്ഞാനിയിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന്. അതൊരു ഈശ്വര നിശ്ചയം. അത് ആരുടെയും മിടുക്കൊന്നുമല്ല. അങ്ങനെ നടക്കണം. കുറെ പക്വതയുള്ളവർ കാണുമല്ലോ, അവർക്ക് ഒരു മാർഗദർശകൻ എന്നുള്ള രീതിയിൽ ഈ ജ്ഞാനി അത് അദ്ദേഹത്തിന്റെ പ്രാരബ്ധവുമായിരിക്കാം, ആർക്കറിയാം. ആയതുപോലെ വിവേകം വരുന്തോറും ജീവാത്മാക്കൾ മുൻപെന്ന വണ്ണം ബോധത്തെ വിഷയച്ചേറ്റിൽ പതിപ്പിക്കാൻ ഇടയാകാതെ സൂക്ഷിച്ചുകൊള്ളുന്നു. അനന്തരം അവർ യാതൊരു തടവും കൂടാതെ ബോധത്തെ പാടെ അരുളിൽ പുതയ്ക്കുവാൻ യത്നം ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ബോധത്തെ പാടെ അരുളിൽ പുതയ്ക്കുവാൻ യത്നിച്ചാലും, ഈ അരുളിൽ പുതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ജ്ഞാനത്തിൽ അങ്ങ് മുങ്ങി നിൽക്കുക, പുറത്ത് ഒരു പ്രകടനവും കാണിക്കാതെ അന്തർമുഖനായി സമാധിസ്ഥനായി ഇരുന്നാലും അദ്ദേഹത്തിന്റെ മഹത്വം അദ്ദേഹത്തിന്റെ മുഖഭാവത്തിലും വാക്കുകളിലൂടെയും പ്രകടമാവും. മറച്ചു പിടിക്കാൻ പറ്റില്ല ഈ ജ്ഞാനം എന്നുള്ളത്. എങ്ങനെയെങ്കിലും അത് പുറത്തു ചാടും. ചാക്കിനകത്ത് കെട്ടിവെച്ച പൂച്ചയെ പോലെയാണ്. എങ്ങനെയെങ്കിലും അവൻ മാന്തി പൊളിച്ച് കടിച്ച് പറിച്ച് അത് ആ ചാക്കിന്റെ പുറത്ത് കടന്നിരിക്കും.
അതുപോലെയാണ്. അങ്ങനെ ബോധത്തെ പാടെ അരുളിൽ പുതയ്ക്കുവാൻ യത്നിച്ചാലും അപ്പോഴും അവർക്ക് അരുൾ പ്രകാശം ഉണ്ടാകുകയില്ല. അരുൾ പ്രകാശം എന്ന് പറഞ്ഞാൽ ചിലരുടെ പ്രാരബ്ധം എന്തെന്നറിയാമോ? താൻ ജ്ഞാനം നേടിയത് കൊണ്ട് അവരുടെ പ്രാരബ്ധം തീരില്ല. ലോകരെ ഉദ്ധരിക്കണം എന്നുള്ളതും അവരുടെ പ്രാരബ്ധത്തിൽപ്പെടും. ശങ്കരാചാര്യരും വിവേകാനന്ദ സ്വാമികളും ഒക്കെ ആ പ്രാരബ്ധമുള്ളവരാണ്. രമണ മഹർഷിക്ക് അങ്ങനെ ഒരു പ്രാരബ്ധമില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നവർക്ക് മാത്രമേ അദ്ദേഹം ഉപദേശിച്ചുള്ളൂ. പക്ഷേ വിവേകാനന്ദൻ നോക്കൂ, സ്വാമി രാമതീർത്ഥനെ നോക്കൂ, ഇന്ത്യ വിട്ട് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോയാണ് ഈ തത്വത്തെ അവർ പ്രചരിപ്പിച്ചത്. എന്തിന്? യാതൊരു സ്വാർത്ഥലാഭത്തിനും വേണ്ടിയല്ല, അവരുടെ പ്രാരബ്ധം. ശങ്കരാചാര്യർ എന്തിനാ ദിഗ്വിജയം ചെയ്തത്? ഇങ്ങനെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ, ഭാരതത്തിന്റെ ഇടത്തേയറ്റം തൊട്ട് വലത്തേയറ്റം വരെ. എന്തിനാ? ആ ശരീരത്തിന്റെ പ്രാരബ്ധം. ഭഗവത് ഇച്ഛ അങ്ങനെയാണ്. അവര് വെറും മാധ്യമങ്ങളാണ്, ഉപകരണങ്ങളാണ്, നിമിത്തമാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് അവർക്ക് താല്പര്യമില്ല. നടത്തണം, ഈ ദിഗ്വിജയം നടത്തണം എന്നുള്ള നിർബന്ധവുമില്ല. കാറ്റിൽ പറക്കുന്ന കരിയിലയെ പോലെ അവരുടെ ശരീരം ഈ കർമ്മരംഗത്ത് ചലിക്കുന്നു. അതിനെന്താ? കരിയിലേക്ക് ഇന്ന സ്ഥലത്ത് പോകണം എന്ന് തീരുമാനിച്ചിട്ടാണോ ഈ കാറ്റ് കരിയിലയെ പറത്തി ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിക്കുന്നത്? കാറ്റിന്റെ ഗതിയിൽ അത് പോകും. ശുഷ്കപത്രം, ഇതൊക്കെ യോഗവാസിഷ്ടം പറയുന്ന ഉദാഹരണങ്ങളാണ്. ശുഷ്കപത്രം, കരിയില വളരെ ലോലമാണല്ലോ, ഭാരം കുറഞ്ഞതാണല്ലോ. കാറ്റ് എന്ന് പറഞ്ഞാൽ കർമ്മഗതി എന്നർത്ഥം, കർമ്മമാരുതൻ. ആ കർമ്മ കാറ്റ് വീശുമ്പോൾ ആ കാറ്റിനനുസരിച്ച് ഈ കരിയില നീങ്ങും. നമ്മളൊക്കെ കരിയിലകളാണ്. അവിടെ ഞാൻ ചെയ്യുന്നു, എൻ്റെ ഇഷ്ടം നടത്തും എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് വിഡ്ഢിത്തം. അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം അജ്ഞാനത്തിന്റെ പ്രകടനമാണ്, അവിവേകത്തിന്റെ ലക്ഷണമാണ്. നമ്മൾ പ്രകൃതിയുടെ കയ്യിലെ വെറും കരുക്കൾ. നമ്മുടെ തന്നെ കർമ്മം നമ്മെ ചലിപ്പിക്കുന്നു, ഈ ശരീരത്തെ ചലിപ്പിക്കുന്നു. സാക്ഷിഭാവത്തിൽ നോക്കിക്കൊണ്ടിരിക്കും. ഈ ശരീരം എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സംസാരിക്കുന്നത്. ആ സാക്ഷിഭാവത്തോടു കൂടി ഇരുന്നാൽ അഹങ്കാരം വരില്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം വരില്ല. അങ്ങനെ വീണ്ടും ഈ കർമ്മച്ചേറിൽ ചെന്ന് പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഈ ജനന മരണ സംസാരത്തിൽ നിന്നും. അങ്ങനെ ബോധത്തെ പാടെ അരുളിൽ പുതയ്ക്കുവാൻ യത്നിച്ചാലും അപ്പോഴും അവർക്ക് അരുൾ പ്രകാശം ഉണ്ടാവുകയില്ല. ഒരാൾ ബോധപൂർവമായി ഞാൻ എല്ലാറ്റിൽ നിന്ന് വിട്ടുനിൽക്കും, ഞാൻ ആർക്കും ഉപദേശം നൽകില്ല, ഞാൻ അനുഭവിച്ചു, സത്യം കണ്ടെത്തി, ഞാൻ ഒതുങ്ങി നിൽക്കും, അദ്ദേഹത്തിന്റെ പ്രാരബ്ധം മറ്റൊന്നാണെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായ ഈശ്വരാനുഗ്രഹം ഉണ്ടാവില്ല. ആ ജ്ഞാനം പാകപ്പെടില്ല. ഈശ്വരന്റെ ഇച്ഛയ്ക്ക് തന്നെയും തൻ്റെ ശരീരത്തെയും മനോബുദ്ധി ഇന്ദ്രിയങ്ങളെയും അഹങ്കാരത്തെയും വിട്ടുകൊടുത്തിട്ട് ഈ കളി സാക്ഷിഭാവത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ ചലനത്തെ മറ്റൊരാൾ വീക്ഷിക്കുന്നത് പോലെ മാറി നിന്ന് നോക്കുക. നല്ല രസമായിരിക്കും, നല്ല രസമായിരിക്കും. പക്ഷെ ഇതുമായിട്ട് താതാത്മ്യപ്പെടുമ്പോൾ, ഇഴുകിച്ചേരുമ്പോൾ, അഴുകിച്ചേരണ്ട, ഇഴുകിച്ചേർന്നാൽ മതി. ഇഴുകിച്ചേർന്നാൽ ഞാൻ ചെയ്യുന്നു, എനിക്കിഷ്ടം, അവൻ എൻ്റെ ഇഷ്ടത്തിന് വിരോധം നിന്നു, അവനെ തകർക്കണം, അങ്ങനെയുള്ള വിചാരങ്ങളായി, രാഗദ്വേഷങ്ങളായി. അതുകൊണ്ട് സാക്ഷിഭാവത്തിൽ നിൽക്കാൻ ശ്രമിക്കുക. യത്നിച്ചാലും അപ്പോഴും അവർക്ക് അരുൾ പ്രകാശം ഉണ്ടാകില്ല. എന്തെന്നാൽ ആ ബോധത്തെ സ്തംഭനം ചെയ്യാൻ ഉപയോഗിക്കുന്ന യത്നം കൂടി ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ അരുൾ ലഭ്യമാകുന്നുള്ളൂ. ഇവിടെ ചിത്തവൃത്തി നിരോധത്തെയാണ് പറയുന്നത്. മനസ്സിനെ സ്തംഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികളെ ബലാത്കാരേണ നിയന്ത്രിക്കുക, അടക്കുക. കാളയ്ക്ക് മൂക്ക് കയറിടുന്നത് പോലെ ബലപ്രയോഗം. ബലപ്രയോഗം ഒരിടത്തും ജയിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ചും ഈ മനോജയത്തിന്റെ കാര്യത്തിൽ ബലം പിടിക്കൽ, മസിൽ പിടിക്കൽ കാര്യമായ പ്രയോജനം ഉണ്ടാക്കി തരില്ല. അതിനെ കാലക്രമത്തിൽ പാകപ്പെടുത്തിയെടുക്കുകയാണ് വേണ്ടത്. എങ്ങനെ? തത്വവിചാരത്തിലൂടെ പാകപ്പെടുത്തിയെടുക്കുകയാണ് വേണ്ടത്. പേപ്പട്ടിയെ പോലെയാണ് ഈ മനസ്സ്. പേപ്പട്ടിയുടെ മുമ്പിൽ അതിനെ അഭിമുഖമായി നിന്ന് യുദ്ധം ചെയ്ത് പേപ്പട്ടിയെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈ പട്ടിപിടുത്തക്കാരെന്താ ചെയ്യുന്നത്? ഇരുമ്പ് കൊണ്ടുള്ള ഒരു വളയം ഉണ്ടാക്കി അതിൻ്റെ കഴുത്തിലേക്ക് അത് ഓടുമ്പോഴും പുറംതിരിഞ്ഞ് ഓടുമ്പോഴും അതിൻ്റെ കഴുത്തിലേക്ക് ഇത് കെട്ടി ആ കുരുക്ക് മുറുക്കി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സിംഹത്തിന്റെ ടെക്നിക്കാണ്. സിംഹം ആനയെ എതിർക്കുന്നത് നേർക്കുനേർ എതിർക്കില്ല, പുറകിലൂടെ കയറി മസ്തകത്തിലടിക്കും എന്നൊക്കെയാണ് വിവരണങ്ങൾ. ശരിക്കും അങ്ങനെയാണോ എന്നറിയില്ല. ചിലപ്പോൾ ഈ ആനയും സിംഹവും തമ്മിൽ കണ്ടുമുട്ടുക തന്നെ ഇല്ലായിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും നേരിട്ട് ഒരു ആക്രമണത്തിന് സിംഹം ഒരിക്കലും തയ്യാറാവില്ല.
ആന എല്ലായിടത്തും അഹങ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. എവിടെയൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ ആന എന്നുള്ള സങ്കല്പമോ ആശയമോ രൂപമോ ഒക്കെ വരുന്നുണ്ടോ, മനുഷ്യന്റെ ഉള്ളിലെ അഹങ്കാരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇച്ഛ എന്നുള്ളതാണ് കരി, ആന. അപ്പോൾ മഹാഗണപതി ഏറ്റവും വലിയ അഹങ്കാരിയാണോ എന്ന് ചോദിക്കരുത്. ഈശ്വര രൂപങ്ങൾക്ക് അതിന് വേറെ പ്രത്യേകിച്ച് അർത്ഥമുണ്ട്. സാധാരണ ആനയ്ക്ക് ഒരു മാല കൊടുത്തു, ദുർവാസാവ് ഒരു മാല ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ അത് ഐരാവതത്തിന്റെ മസ്തകത്തിലെടുത്ത് വെച്ചു. ആന തുമ്പിക്കൈ കൊണ്ട് തറയിലിട്ട് ചവിട്ടി. അപ്പോഴാണല്ലോ ദുർവാസാവ് ശപിച്ചത്. ഇത്ര ധാർഷ്ട്യമോ? ഞാൻ തന്ന മാല നീ സ്വന്തം കഴുത്തിലാണ് അണിയേണ്ടത്, അത് ആനയുടെ മസ്തകത്തിൽ വെച്ചു. അപ്പോൾ വേണ്ടവണ്ണമുള്ള ആദരവ് പ്രകടിപ്പിച്ചില്ല എന്നല്ലേ? നീയും നിന്റെ കൂട്ടരും എന്ന് പറഞ്ഞാൽ ദേവന്മാർ മുഴുവൻ നിങ്ങളെ മുഴുവൻ ജരാനരകൾ ബാധിക്കട്ടെ. അങ്ങനെയാണല്ലോ അവസാന അമൃതം നേടാൻ വേണ്ടി പാലാഴിയൊക്കെ കടഞ്ഞത്. അവിടെ എന്താ ഈ ആന മാലയെ തറയിലിട്ട് ചവിട്ടി എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന് മഹർഷിയുടെ ഒരു ഉപഹാരം, അദ്ദേഹം തന്ന ഒന്നിനെ നിസ്സാരമായി കരുതി, അതാണ് ആനയുടെ പുറത്ത് എടുത്തു വെച്ചു. അഹങ്കാരത്തെ ആശ്രയിച്ച് അധപ്പതിച്ചു. ഗജേന്ദ്രമോക്ഷം ആനയാണ്. ഇന്ദ്രദ്യുമ്നൻ നല്ല അഹങ്കാരം, അഭിമാനമുള്ള അഹങ്കാരം അല്ലെങ്കിൽ അഭിമാനം, എങ്ങനെ പറഞ്ഞാലും വേണ്ടില്ല. അപ്പൊ ആന എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ഈ ചിത്ത നിരോധം ബലാത്കാരേണ നേടേണ്ട ഒന്നല്ല. ആ ബോധത്തെ സ്തംഭനം ചെയ്യാൻ ഉപയോഗിക്കുന്ന യത്നം കൂടി ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ അരുൾ അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ലഭ്യമാകുന്നുള്ളൂ. അറിവാനന്ദത്തിൽ പതിച്ച ബോധത്തെ, അറിവും ആനന്ദവും ചേർന്നതാണ് അറിവാനന്ദം. ജ്ഞാനവും ആത്മാനന്ദവും, ജ്ഞാനം കിട്ടുമ്പോൾ ആനന്ദവും കൂടെ ചേർന്ന് രണ്ടും കൂടെ ഒരുമിച്ചാണ്. ഒരേ വസ്തുവിന്റെ രണ്ട് ഭാവങ്ങളാണ്. അറിവാനന്ദത്തിൽ പതിച്ച ബോധത്തെ വീണ്ടും വിഷയച്ചെളിയിൽ പതിക്കാൻ ഇടവരുത്താതെ ആ അരുൾ നിലയെ സഹജമെന്ന പോലെ സ്വഭാവസ്ഥിതിയിൽ തന്നെ നിർത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള സുഹൃതികൾക്ക് ആ പരമ്പൊരുൾ ലാഭം ഉണ്ടാകുക തന്നെ ചെയ്യും. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.